13 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായ 89 സീറ്റുകളിൽ രണ്ടാം ഘട്ടത്തിൽ വിധിയെടുത്തു നടന്നു കഴിഞ്ഞു. രാജ്യത്തിന്റെ ഗതി നിർണ്ണയിക്കുന്ന ജനാധിപത്യ പ്രക്രിയയിൽ കേരളം അതിന്റെ വിധി രേഖപ്പെടുത്തിയും കഴിഞ്ഞു. പരമ്പരാഗത വോട്ട് ബാങ്കുകളിൽ അട്ടിമറികളും അടിയൊഴുക്കുകളും നടന്നു കഴിഞ്ഞ 5 വർഷങ്ങൾക്കൊടുവിൽ അപ്രതീക്ഷിതവും അപ്രവചനീയവുമായ രാഷ്ട്രീയ വിധിയുടെ 2 ഘട്ടങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു. ഒടുവിലത്തെ മണിക്കൂറുകളിലും ടെസ്റ്റുകളുമായി സജീവമാകുന്ന കേരള രാഷ്ട്രീയം, സാമുദായിക പരാമർശവുമായി കളം നിറയുന്ന നേതാക്കൾ, വിധിയെഴുത്ത് ആർക്കൊപ്പമാകും? രണ്ടാം ഘട്ടം എത്ര നിർണായകം? കേരളത്തിന്റെ മനസ്സ് എങ്ങോട്ട്? വോട്ടിനെ സ്വാധീനിച്ചത് എന്തെല്ലാം? ഈ ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കുന്നത്. നമ്മളോടൊപ്പം അതിഥികൾ ചേരും. CPM സംസ്ഥാന സമിതി അംഗം ശ്രീ P. ജയരാജൻ, കോൺഗ്രസ് വക്താവ് ശ്രീ രാജു പി നായർ, BJP അഡ്വക്കേറ്റ് ശ്രീ ശങ്കുട്ടി ദാസ്. ചർച്ചയുടെ വേളയ്ക്ക് ശേഷം വാശിയേറിയ പ്രചാരണ കാലയളവിനുള്ളിൽ കേരളം വിധി എഴുതുമ്പോൾ പോളിംഗ് ശതമാനം പക്ഷേ 70 തൊട്ടിട്ടില്ല. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 77% സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയ പോളിംഗ് ശതമാനം എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനപ്പുറം അടിയൊഴുക്കുകളുണ്ട് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മനസ്സിൽ എന്നത് വ്യക്തമാണ്, സുവ്യക്തമാണ്. ശ്രീ P. ജയരാജൻ, ഇതുപോലെ കുറേയേറെ ഇടങ്ങളിൽ ആളുകൾ ഇനിയും വോട്ട് രേഖപ്പെടുത്താനുണ്ട്. എന്നിരുന്നാൽ പോലും എങ്ങനെയും 70% എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ കേരളം തിരഞ്ഞെടുപ്പിനോട് വളരെ രാഷ്ട്രീയമായി പ്രതികരിക്കുന്ന ഒരു സംസ്ഥാനമാണ്. എന്തുകൊണ്ടാണ് പോളിംഗ് ഈ രീതിയിൽ രേഖപ്പെടുത്തിയതെന്നാണ് CPM വിലയിരുത്തുന്നത്? അതായത് പാർട്ടി സമഗ്രമായിട്ട് ഇതിനെക്കുറിച്ച് വിലയിരുത്തിയിട്ടില്ലല്ലോ. കാരണം പല പോളിംഗ് സ്റ്റേഷനുകളിലും ഇപ്പോഴും നീണ്ട ക്യൂ നിൽക്കുകയാണ്. കാരണം ഈ പോളിംഗ് മെഷീനുകൾ വളരെ സമയമെടുത്തിട്ടാണ് വോട്ട് രേഖപ്പെടുത്താനുള്ള സംവിധാനം ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഇതിൻ്റെ ഫലമായിട്ട് ആണ് നീണ്ട മണിക്കൂറുകൾ കാത്തു നിന്നിട്ടും വോട്ട് ചെയ്യാൻ കഴിയാത്ത ഒട്ടനവധി വോട്ടർമാരാണ് 6 മണിക്ക് ശേഷവും സ്ലിപ്പ് കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പോളിംഗ് ശതമാനം കുറഞ്ഞു എന്ന ഒരു വിലയിരുത്തലിലേക്ക് എത്താനായിട്ടില്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ കഴിഞ്ഞ തവണ ഉണ്ടായിട്ടുള്ള പോളിംഗ് ശതമാനത്തിൻ്റെ അടുത്തെത്തും. ആ പോളിംഗ് ശതമാനത്തിൻ്റെ അതിന് സമാനമായിട്ടുള്ള നിലയിലുള്ള ഒരു പോളിംഗ് ശതമാനം ഇത്തവണ ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതുന്നതെങ്കിലും ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ള പോളിംഗ് ശതമാനം ആയിരിക്കില്ല എല്ലാ വോട്ടും പോൾ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുക എന്നതാണ് ഞാൻ അനുമാനിക്കുന്നത്. ഇനിയിപ്പോൾ പോളിംഗ് ശതമാനം കഴിഞ്ഞ തവണത്തേതുപോലെ തന്നെ ഉയരുകയാണെങ്കിലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിന്നും വ്യത്യസ്തമായി നേരത്തെ മാധു പറഞ്ഞതുപോലെ ചില അടിയൊഴുക്കുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി വന്നിട്ടുണ്ട് എന്നാണ് ഞങ്ങൾ വിലയിരുത്തുന്നത്. കാരണം ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആ മണ്ഡലത്തിൽ വടകര മണ്ഡലത്തിലൊരു സ്ഥാനാർത്ഥിയായിരുന്നല്ലോ. അപ്പോൾ അവസാന ഘട്ടത്തിൽ കൃത്യമായിട്ടുള്ള ഒരു തെറ്റായിട്ടുള്ള ധാരണ ന്യൂനപക്ഷ വിഭാഗങ്ങളിലും മതനിരപേക്ഷവാദികളിലുമൊക്കെ പ്രചരിച്ചു. അത് മോദിക്ക് പകരം രാഹുൽ വരാൻ വേണ്ടി പോവുകയാണ്. അത് തെറ്റായിട്ടുള്ള ഒരു അവബോധമായിരുന്നു, പ്രതീതി നിർമ്മാണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായതാണ് എന്ന് തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ അത്തരമൊരു പ്രചരണം നടത്തി കഴിഞ്ഞ തവണ UDF-നെതിരായി വോട്ട് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ട് മാറിയിട്ടുണ്ട് എന്ന് വ്യക്തമായിട്ടും പറയാൻ പറ്റും. വേറൊരു കാര്യം, ന്യൂനപക്ഷങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു റോൾ വഹിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിരിക്കുന്നത് അതിൽ തന്നെ തളിപ്പറമ്പിലൊക്കെ വലിയ തോതിൽ പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയിട്ടുണ്ട്. CPM-ന്റെ പാർട്ടി കോട്ടകളിൽ ഇളകാത്ത വോട്ടുകൾ ഇടത് മുന്നണിക്ക് അനുകൂലമായി രേഖപ്പെടുത്തപ്പെട്ടു കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമുണ്ട് പാർട്ടിക്ക്. അല്ല, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവസാന റൗണ്ട് വോട്ടും പോൾ ചെയ്തതിന് ശേഷം മാത്രമേ അത് സംബന്ധിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റൂ. അപ്പോൾ കഴിഞ്ഞ തവണത്തെ പോളിംഗ് ശതമാനത്തിലേക്ക് തന്നെ പോകും എന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അങ്ങനെ പോളിംഗ് ശതമാനം വന്നാലും കഴിഞ്ഞ തവണ UDF-നുണ്ടായിട്ടുള്ള വിജയം ഈ തവണ ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയും. കാരണം കഴിഞ്ഞ 5 വർഷക്കാലത്തെ രാജ്യത്തിൻ്റെ അനുഭവം, ആ 5 വർഷക്കാലം ഇവിടുന്ന് ജയിച്ചു പോയിട്ടുള്ള UDF-ൻ്റെ MP-മാർ നടത്തിയിട്ടുള്ള പ്രവർത്തന രാഹിത്യം, കേരളത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ട് രാജ്യത്തിലെ മുഖ്യമായിട്ടുള്ള പല വിഷയങ്ങളിലും അവർ മൗനം അവലംബിച്ചത് കോൺഗ്രസിൻ്റെ നിലപാടില്ലായ്മ. പല വിഷയങ്ങളിലും കോൺഗ്രസിന് നിലപാടില്ലായ്മയാണല്ലോ. അപ്പോൾ അതിലെല്ലാം അസംതൃപ്തിയുള്ളൊരു വിഭാഗം ഇന്നത്തെ സാഹചര്യത്തിൽ ഓൾ ഇന്ത്യ സിറ്റുവേഷൻ അവർ മനസ്സിലാക്കുന്നുണ്ട്.
കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ പോലും ന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ പിന്തുണക്കുന്ന ഒരു നിലയിലേക്ക് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനെതിരായി വോട്ട് ചെയ്തിട്ടുള്ള ഒരു വിഭാഗം ആളുകൾ വോട്ട് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പോളിംഗ് പെർസെൻറ്റേജ് അല്ല, നേരെ മറിച്ച് ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്നിട്ടുള്ള LDFിലേക്കുള്ള ഇടതുപക്ഷത്തേക്കുള്ള ഒരു ചുവടുമാറ്റമാണ് യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കാൻ പോകുന്നത്. ഓക്കെ, ശ്രീ രാജു പിനാർ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം LDFിലേക്കുള്ള ഒഴുക്ക് എന്ന ആത്മവിശ്വാസം ശ്രീ P ജയരാജന് നൽകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് റിസൾട്ടാണ്. കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ചോദിച്ചത് ഭരണത്തിന്റെ വിലയിരുത്തലാകും ഈ ഫലം എന്ന് പറയാനുള്ള ആത്മവിശ്വാസം CPMനോ മുഖ്യമന്ത്രിക്കോ ഉണ്ടോ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് തുടക്കത്തിൽ 2 മണ്ഡലങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ പൊന്നാനിയിൽ UDFന്റെ ഉറച്ച കോട്ട അല്ലെ, അവിടെ പോളിംഗ് ശതമാനം ഏറ്റവും താഴ്ന്നു നിന്നിരുന്നു. ഇപ്പോൾ പത്തനംതിട്ടയാണെങ്കിലും പൊന്നാനിയിൽ വലിയ തോതിൽ പോളിംഗ് ശതമാനത്തിൽ ഇടിവുണ്ടായിട്ടുണ്ട്. പത്തനംതിട്ട ഏറ്റവും, അതായത് UDF അടിയുറച്ച മണ്ഡലം എന്ന് വിചാരിക്കുന്ന, നിങ്ങൾക്ക് ജയിച്ച് എളുപ്പത്തിൽ പോകാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലം, അവിടെ ആണ് സംസ്ഥാനത്ത് ഏറ്റവും കുറവ് നിലവിൽ പോളിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താണെന്നാണ് UDF കണക്കുകൂട്ടുന്നത്? ഈ പോളിംഗ് ശതമാനം നിങ്ങൾക്ക് അനുകൂലമാകുമോ? മാധു, പോളിംഗ് ശതമാനം കുറെ കൂടി ഒരു 3-4% വ്യത്യാസം ഇപ്പോൾ പറയുന്ന ശതമാനക്കണക്കിൽ നിന്ന് കൂടുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം പല സ്ഥലങ്ങളിലും നീണ്ട ക്യൂ ഉണ്ട്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. പക്ഷേ കുറെ കൂടി ഒരു ബെറ്റർ നമ്പറിലേക്ക് വരും. പക്ഷേ കഴിഞ്ഞ തവണത്തേക്ക് എത്തുന്ന ഇതില്ല. കഴിഞ്ഞ തവണത്തേക്ക് എത്താത്ത ഒന്നിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടർമാരിൽ ഒരു നിസ്സംഗത ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം ഈ കേരളത്തിൻ്റെ ഒരു പൊതു മനസ്സ് സംഘപരിവാർ വിരുദ്ധ മനസ്സാണ്. ആ സംഘപരിവാർ വിരുദ്ധ മനസ്സിനനുസരിച്ചാണ് അവർ വോട്ട് ചെയ്യുന്നത്. പക്ഷേ ഇത്തവണ CPM BJPയുമായിട്ട് സന്ധി ചെയ്തിരിക്കുന്നു എന്നുള്ളത് കൃത്യമായിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടതാണ്. അത് ആ ബോധ്യം അവരുടെ മനസ്സിലുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ആണിയടിച്ച് ഊട്ടി ഉറപ്പിക്കുന്നതായിരുന്നു കഴിഞ്ഞ 2 ദിവസം ഉണ്ടായ ചർച്ചകൾ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൺവീനറായിട്ടുള്ള EP ജയരാജൻ തന്നെ BJPയിലേക്ക് പോകുന്നതിനുള്ള മുഴുവൻ ചർച്ചകളും നടത്തി എന്നുള്ളതും, പ്രകാശ് ജാവദേക്കർ തൻ്റെ മകൻ്റെ ഫ്ലാറ്റിൽ വന്ന് ചർച്ച നടത്തി എന്നുള്ളതൊക്കെ വളരെ വലിയ ഒരു ഞെട്ടലോടുകൂടിയായിരിക്കണം ഒരുപക്ഷെ മതേതരത്വത്തിൽ ഇപ്പോഴും വിശ്വസിക്കുന്ന CPMൻ്റെ പ്രവർത്തകർ കണ്ടത്. അവരെ സംബന്ധിച്ചോളം പിണറായി വിജയൻ്റെ സർക്കാരിനെ ഒരു കാരണവശാലും അനുകൂലിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ജീവിത സാഹചര്യം, എൻ്റെ രാഷ്ട്രീയ സാഹചര്യം എന്ന് ഞാൻ പറയില്ല, ജീവിത സാഹചര്യമുണ്ട്. ആ ജീവിത സാഹചര്യത്തിൽ നിന്നുകൊണ്ട് പിണറായി വിജയൻ്റെ സർക്കാരിനെ അനുകൂലമായിട്ട് CPMനൊരു വോട്ട് കൊടുക്കാൻ അവർക്ക് മനസ്സില്ല. അതുകൂടാതെ ഇടതുപക്ഷം അല്ലെങ്കിൽ CPM, ഇടതുപക്ഷം എന്ന് ഞാൻ പറയുന്നില്ല, CPM BJPയുടെ കൈക്കോടാലിയായിട്ട് കേരളത്തിൽ മാറിയിരിക്കുന്നു എന്നുള്ള കൃത്യമായ തിരിച്ചറിവ് അവരുടെ വോട്ടുകൾ വളരെ വലിയൊരു മരവിപ്പ് ഉണ്ടാക്കുന്നതിന് കാരണമായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം, 1-2 മണ്ഡലങ്ങൾ ഒഴിച്ചാൽ ബാക്കി എല്ലായിടത്തും പ്രചരണത്തിൽ തന്നെ അവർ വളരെ പിന്നിലായിരുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി ഞാനിവിടെ മത്സരിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് പറഞ്ഞുകൂടെ എന്ന് വരെ പറയുന്ന സാഹചര്യത്തിലേക്ക് എത്തി. അപ്പോൾ ഈ ഇടതുമുന്നണിയിൽ വലിയൊരു മരവിപ്പ് ആദ്യം മുതൽ ഈ തെരഞ്ഞെടുപ്പിൽ കണ്ടിരുന്നു. അത് ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെ ഈ സംഘപരിവാർ വിരുദ്ധ മനസ്സുള്ളവർക്കൊന്നും അനുകൂലിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് CPM ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത്. അത് വളരെ കൃത്യമായിട്ട് അവർക്ക് ആ മനസ്സുള്ളവർക്ക് CPMനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തന്നെ അവർ വ്യക്തമാക്കിയതാണ്. കാരണം 20-ൽ 19 സീറ്റ് UDF ജയിച്ചപ്പോൾ സംഘപരിവാറിനെതിരെയുള്ള പോരാട്ടത്തിൽ CPMനെ വിശ്വസിക്കാൻ കഴിയില്ല എന്നുള്ളത് അവർ ബോധ്യപ്പെട്ടതാണ്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിൽ അത് കുറെ കൂടി മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ്. EP ജയരാജൻ്റെ പ്രസ്താവനയും അല്ലെങ്കിൽ പിണറായി വിജയൻ്റെ പ്രസ്താവന, ഇന്നത്തെ പ്രസ്താവന നോക്കൂ. EP ജയരാജനെ ഒരു പരസ്യമായിട്ട് കൈയൊഴിയുന്ന, ശാസിക്കുന്ന അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്ന പ്രതിപക്ഷം എന്തൊക്കെയാണോ ആരോപിച്ചിരുന്നത് അതെല്ലാം ശരിയാണെന്ന് വരുത്തി തീർക്കുന്ന ഒരു പ്രസ്താവനയായിരുന്നു ഇന്നത്തെ പിണറായി വിജയൻ്റെ പ്രസ്താവന. EP ജയരാജൻ വന്ന് അതിനെ സംബന്ധിച്ച് നടത്തിയ ക്ലാരിഫിക്കേഷൻ നോക്കൂ. പ്രകാശ് ജാവദേക്കർ പോകുന്ന വഴിക്ക് EP ജയരാജൻ്റെ വീട്ടിൽ കയറിയതാണ്. മാധുവിനെ പോലുള്ള മാധ്യമപ്രവർത്തകർക്ക് പോലും അത് കേട്ടാൽ ചിരിക്കേണ്ടി വരും. പ്രകാശ് ജാവദേക്കറിനെ പോലെ മുൻ കേന്ദ്രമന്ത്രി, BJPയുടെ ഏറ്റവും മുതിർന്നൊരു നേതാവ് ഈ കേരളത്തിൽ വന്ന് EP ജയരാജനെ പോലെ ഒരു മുതിർന്ന ഈ LDFൻ്റെ കൺവീനർ വീട്ടിലോട്ടൊന്ന് മനസ്സിലാക്കി ഓടിക്കയറി ചെന്ന് കാണാൻ ചെന്നു എന്നൊക്കെ പറഞ്ഞാൽ എത്രമാത്രം ബാലിശമായിരുന്നു നോക്ക്. അപ്പോൾ മതേതര മനസ്സുള്ളവർക്ക് CPMനെ അംഗീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് എത്തി. അവർക്ക് ചെന്നിട്ട് ഈ CPMന് വോട്ട് ചെയ്യാൻ സാധിക്കില്ല. എന്നാൽ മറിച്ച്
CPM-നെതിരായിട്ട് വോട്ട് ചെയ്യാൻ അവരുടെ മനസ്സനുവദിക്കാത്തതുകൊണ്ട് അവർ മരണിച്ചിട്ടുണ്ട്. CPM ഇടത് വോട്ടിൽ നിസ്സംഗതയുണ്ട് എന്നുള്ളതാണ് UDF വിലയിരുത്തുന്നത് ഈ ഒരു തെരഞ്ഞെടുപ്പ് ദിവസത്തിന്റെ അവസാനത്തിൽ. ശ്രീ ശങ്കുട്ടിദാസ്, പൊന്നാനിയിൽ വലിയ തോതിൽ ഈ തുടക്കം മുതൽ തന്നെ ഒരു വലിയ പിന്നാക്കം നിൽക്കലുണ്ട് പോളിംഗ് ശതമാനത്തിൽ. അങ്ങ് ഒരു സ്വദേശി കൂടി ആയതുകൊണ്ട് എങ്ങനെയാണ് ആ രാഷ്ട്രീയം അവിടുത്തെ ഒരു സാഹചര്യം നിരീക്ഷിക്കുന്നത് എന്നത് പറഞ്ഞു തരണം. പക്ഷെ അതിനപ്പുറത്ത് രാഷ്ട്രീയമായി തിരുവനന്തപുരത്ത് നിങ്ങൾ വലിയ പ്രതീക്ഷ വെക്കുന്ന മണ്ഡലമാണ്. 65% പോളിംഗ് പെർസെന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. തീരദേശ മേഖലകളിൽ കനത്ത പോളിംഗ് ഉണ്ട്. നഗരമേഖലകൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പോളിംഗ് ശതമാനം കുറഞ്ഞിരിക്കുന്നത് എന്ന് പറയുന്നത്. അതായത് രാജീവ് ചന്ദ്രശേഖർ പ്രതീക്ഷ വെക്കുന്ന ഇടങ്ങളിൽ പോളിംഗ് ശതമാനം കുറഞ്ഞത് BJPയെ ആശങ്കപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് ആ ചോദ്യം. രണ്ടാമത്തേത് പത്തനംതിട്ട, നിങ്ങൾക്ക് വലിയ പ്രതീക്ഷയുള്ള മണ്ഡലം. അവിടെയാണ് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നത്. തൃശ്ശൂരിൽ പക്ഷേ ശക്തമായ ത്രികോണ പോരാട്ടം നടക്കുന്ന തൃശ്ശൂരിൽ നല്ല പോളിംഗ് ശതമാനം ഈ ഘട്ടത്തിൽ തന്നെ 70 പിന്നിട്ട് നിൽക്കുന്നുണ്ട്. എങ്ങനെയാണ് BJP ഒരു വോട്ട് വീഴ്ചയെ കാണുന്നത്? നോക്കൂ, പോളിംഗ് ശതമാനത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഔട്ട്കം എങ്ങനെയാവുമെന്ന് പ്രവചിക്കാൻ സാധിക്കില്ല. നമ്മുടെ മുൻ അനുഭവങ്ങളൊക്കെ നമ്മുടെ പ്രവചനങ്ങളെ തെറ്റിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പോളിംഗ് ശതമാനം കുറയുന്നത് ജനറലി നമ്മൾ സെഫോളജിയിൽ പറയുമ്പോൾ പോളിംഗ് ശതമാനം കുറയുക എന്ന് പറഞ്ഞാൽ ആൻറ്റി ഇൻക്യുബൻസി ഫാക്ടർ ഇല്ല എന്നുള്ളതാണ്. കാരണം നിലവിലിരിക്കുന്ന സർക്കാരിനെ മാറ്റിമറിക്കണമെന്ന വലിയ ആഗ്രഹം ഇലക്ടറേറ്റിൽ ഉണ്ടെങ്കിൽ, എങ്ങനെയെങ്കിലും പുതിയൊരു സർക്കാരിനെ കൊണ്ടുവരണം, ഒരു മൂഡ് ഫോർ ചേഞ്ച് രാജ്യത്തുണ്ടെങ്കിൽ വലിയ ടേൺ ഔട്ട് ഉണ്ടാവും. ആളുകൾ ധാരാളമായി വന്ന് വോട്ട് ചെയ്യും. കാരണം അവരുടെ ജീവിത പ്രശ്നമാണ്, ഒരു അടിയന്തര പ്രശ്നം അവരുടെ മുന്നിൽ നിൽക്കുകയാണ്. നേരെ തിരിച്ച് പോളിംഗ് പെർസെൻറ്റേജ് കുറയുകയാണെങ്കിൽ ആളുകൾ താരതമ്യേന കംഫർട്ടബിൾ ആണ്, അവർ നിലനിൽക്കുന്ന എസ്റ്റാബ്ലിഷ്മെൻറ്റിനോട് ചേർന്ന് പോകുന്നവരാണ്. അതുകൊണ്ടൊരു മാറ്റം അവർ ആഗ്രഹിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ജനറലി നമ്മൾ പറയുമ്പോൾ പോളിംഗ് പെർസെൻറ്റേജ് കുറയുകയാണെന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സ്റ്റാറ്റസ് കോ മെയിൻറ്റെയിൻ ചെയ്യപ്പെടുന്നു, നിലവിലെ സാഹചര്യം തന്നെ തുടരുന്ന അവസ്ഥ ഉണ്ടാവും എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ നല്ലൊരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2004 തെരഞ്ഞെടുപ്പ്, അന്ന് ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിനൊക്കെ ഉണ്ടായിരുന്ന ഇലക്ഷനാണ്. പക്ഷേ പ്രതീക്ഷിക്കുന്ന പോലെ വോട്ടർ ടേൺ ഔട്ട് ഉണ്ടാവുന്നില്ല. അവിടെ ഒരു വേറെ സൈക്കോളജി പ്രവർത്തിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഓവർ കോൺഫിഡൻസ് ഓഫ് ദ ഇലക്ടറേറ്റ് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതായത് എന്ത് വന്നാലും ഇവിടെ ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല, ഈ സർക്കാർ തന്നെയാണ് തുടരാൻ പോകുന്നത്, അതുകൊണ്ട് നമ്മുടെ വോട്ട് ഇറലവൻ്റ് ആണെന്ന് ആളുകൾ ചിന്തിക്കുമ്പോൾ ചിലപ്പോൾ വോട്ടിംഗ് ശതമാനം കുറയാം. നേരെ തിരിച്ച് ഒരുപാട് ഫാക്ടേഴ്സ് ഇവിടെ ഉണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമുക്കിത് ഒരിക്കലും ഒരു കൺക്ലൂസീവായിട്ട് ഇങ്ങനെയാണെന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ വോട്ടർ ഫറ്റീഗ് എന്ന് പറയുന്നൊരു എലമെൻ്റ് ഉണ്ട്. അതായത് ആളുകൾക്ക് തുടർച്ചയായിട്ട് വോട്ട് ചെയ്ത് മടുക്കുക. അതുകൊണ്ടാണ് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ പോലെയുള്ള കാര്യങ്ങൾ പറയുന്നത്. കാരണം ഈ രാജ്യത്ത് 2020 തെരഞ്ഞെടുപ്പ് നടക്കുന്നു, 2021 തെരഞ്ഞെടുപ്പ് നടക്കുന്നു, ശേഷം 2 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നു, 2024 പൊതു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആളുകളെ സംബന്ധിച്ചിടത്തോളം വോട്ട് ചെയ്യുക എന്നുള്ളതിലുള്ള കൗതുകം നഷ്ടപ്പെടുന്നു സ്ഥിരമായിട്ട്. അതുകൊണ്ടാണ് ഒരു സമയത്തേക്ക് ആക്കണം ഇലക്ഷൻ എന്ന് പറയുന്ന ആവശ്യങ്ങൾ ഉണ്ടാവുന്നത്. അതേപോലെ തന്നെ പുതിയ തലമുറയ്ക്കിടയിൽ ഈ വോട്ടർ ഡിസെൻചാൻമെന്റ് എന്ന് പറയുന്ന ഒരു ഫിനോമിനൻ ഉണ്ട്. പണ്ടത്തതുപോലെ സാമൂഹിക കാര്യങ്ങളിൽ വളരെ പ്രതിബദ്ധരല്ലാത്ത, രാഷ്ട്രീയ വിഷയങ്ങളെയൊന്നും വളരെ ഗൗരവമായിട്ട് എടുക്കാത്ത, ഞങ്ങൾ ഈ ഒരു കമ്മ്യൂണിറ്റി ഫീലിംഗ് ഉണ്ടല്ലോ, നമ്മൾ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്, നമുക്കതിൽ ഇടപെടാനുണ്ട്, നമുക്കൊരു മാറ്റം വരുത്താനുണ്ട് എന്ന് ചിന്തിക്കാത്ത ഒരു സമൂഹം വളർന്നു വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആധുനിക സാങ്കേതിക വിദ്യകൾ കൂടുന്നു, ആളുകൾക്ക് വിനോദത്തിന്റെ ഉപാധികൾ മാറുന്നു, ഹോം എന്റർടൈൻമെന്റിന്റെ സാധ്യതകൾ കൂടുന്ന സമയത്ത് അവർ ഇത്തരം കാര്യങ്ങളിൽ ഇടപെടാണ്ടിരിക്കാം. അതുകൊണ്ട് പുതിയ വോട്ടർമാർ വോട്ട് ചെയ്യാണ്ടിരിക്കാം. ഇങ്ങനെയുള്ള ഒരുപാട് എലമെന്റുകൾ ഇവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം, ഇന്ത്യയെ പൊതുവിൽ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് ചൂടും ഒരു വളരെ വലിയ ഘടകമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറയുന്നുണ്ട്, പല മണ്ഡലങ്ങളിൽ 40 ഡിഗ്രിക്ക് മുകളിലാണ് ചൂട് എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിനെ വലിയ അളവിൽ ബാധിച്ചിട്ടുണ്ട്. ഈ പ്രചരണ കാലത്തെ പോലും അത് വല്ലാതെ ബാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കേരളത്തിലൊക്കെ പ്രചരണത്തിന്റെ വലിയൊരു സമയം, മെയ് 16 തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് ഏപ്രിൽ 26 തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ 40 ദിവസത്തെ പ്രചരണ സമയമുണ്ടെങ്കിൽ അതിൽ 30 ദിവസം റംസാൻ വ്രതമായിരുന്നു. അപ്പോൾ വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വെള്ളം കുടിക്കാതെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ പൊരി വെയിലത്ത് ഇറങ്ങി പ്രചരണം നടത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നുകൊണ്ട് പൊന്നാനിയിലും മലപ്പുറത്തും ഒന്നും ഏതാണ്ട് ഒരു മാസത്തോളം വലിയ ശക്തമായിട്ടുള്ള പ്രചരണം പോലും ഉണ്ടായിരുന്നില്ല. വളരെ സ്ലോ ആയിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഒരു ആവേശം വല്ലാതെ ഇത്തവണ പ്രതിഫലിച്ച് കണ്ടിട്ടില്ല എന്നുള്ളത് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിരീക്ഷണം കൂടിയാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് എലമെന്റുകൾ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ടാവും. പക്ഷെ ജനറലി നമ്മൾ പറയുമ്പോൾ കേരളത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ 20 സീറ്റിൽ 19 സീറ്റും UDF ജയിച്ചിട്ടുള്ളൊരു സാഹചര്യമാണ് കഴിഞ്ഞ വട്ടം ഉണ്ടായത്. വലിയൊരു കോൺഗ്രസിന് അനുകൂലമായിട്ടുള്ള ഒരു യൂഫോറിയ ഉണ്ടായിരുന്നു. അത് ഇത്തവണ ഇല്ല. ഇവിടെ ഒരു കൺസിസ്റ്റൻസി വന്നിരിക്കണു. ഇവിടെ വലിയൊരു മാറ്റം സംഭവിക്കാൻ പോകുന്നില്ല. നരേന്ദ്രമോദിയുടെ സർക്കാർ തന്നെയായിരിക്കും തുടരുക എന്നുള്ളൊരു ബോധം ഇലക്ടറേറ്റിലുണ്ട്. അതുകൊണ്ട് BJP വോട്ടർമാർ വലിയ ആവേശത്തിൽ വോട്ട് ചെയ്തിട്ടില്ല. എന്നാൽ BJP വോട്ടർമാർ ഞങ്ങളുടെ കണക്ക് പ്രകാരം എല്ലാവരും കൃത്യമായി തന്നെ വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഈ പറയുന്ന മണ്ഡലങ്ങളിലെല്ലാം നമ്മൾ ജയിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ജയരാജൻ പറയുന്നത് പോലെയോ അല്ലെങ്കിൽ രാജു പി നായർ പറയുന്നതോ കഴിഞ്ഞ തവണത്തെ അത്രയും
ശരി, ശ്രീ പി ജയരാജൻ, ഇടതു വോട്ടിൽ ഒരു നിസ്സംഗതയുണ്ടായി എന്നുള്ളതാണ് കോൺഗ്രസിന്റെ പ്രതിനിധി വിലയിരുത്തുന്നത്. ശ്രീ ശങ്കുട്ടിദാസ് പറയുന്നത് BJP-യുടെ വോട്ട് കൃത്യമായി വീണിട്ടുണ്ട്. BJP വിരുദ്ധ വോട്ടുകൾ നരേന്ദ്രമോദി ഒരു മൂന്നാം തവണ തുടരും, ഈ സർക്കാരിന് ഒരു തരത്തിലുള്ള മാറ്റങ്ങളും വരില്ല എന്നുള്ള ഒരു നിസ്സംഗതയിൽ നിന്ന് BJP വിരുദ്ധ വോട്ടുകളിൽ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ രണ്ടുപേരും ആരോപിക്കുന്ന ഒരു കാര്യം. യഥാർത്ഥത്തിൽ ഇടതു വോട്ടുകളാണ് സംസ്ഥാനത്ത് പോൾ ചെയ്യപ്പെടാത്തത് എന്നാണ് അവർ പറയാതെ പറയുന്നത്. അല്ല, അതിപ്പോൾ വോട്ട് എണ്ണിയാലല്ലേ പറയാൻ പറ്റൂ. ഇവിടെ ശങ്കുട്ടിദാസിനെ പ്രതിനിധാനം ചെയ്യുന്ന പാർട്ടിക്ക് ഈ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ കിട്ടാൻ വേണ്ടി പോകുന്ന സീറ്റുകളുടെ എണ്ണം വട്ടപൂജ്യമായിരിക്കും. ഒരു സീറ്റും കിട്ടാൻ വേണ്ടി പോകുന്നില്ല. പിന്നെ ഇവിടെ ഈ കോൺഗ്രസിൻ്റെ വക്താവ് രാജു പറയുന്ന അങ്ങേയറ്റം പരിഹാസ്യമായിട്ടുള്ള വാദഗതിയുണ്ടല്ലോ, CPM BJP സഖ്യം സന്ധി എന്നാണ് അദ്ദേഹം പറയുന്നത്. കോൺഗ്രസിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ നിങ്ങൾ RSSുമായി കൂട്ടുകൂടിയതുപോലെ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ CPIM RSSൻ്റെ ജനസംഘവുമായിട്ടോ പിന്നീട് BJPയുമായിട്ടോ കൂട്ടുകൂടിയിട്ടുള്ള ഒരു സന്ദർഭം പറയാമോ? ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ 1960 തെരഞ്ഞെടുപ്പിൽ പട്ടാമ്പി മണ്ഡലത്തിൽ മത്സരിച്ച EMSനെതിരായിട്ട് നോമിനേഷൻ കൊടുത്ത ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥി, RSSൻ്റെ അന്നത്തെ രാഷ്ട്രീയ പാർട്ടി ജനസംഘമാണ്, ആ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥി P മാധവമേനോൻ നോമിനേഷൻ കൊടുത്ത സ്ഥാനത്ത് നിന്ന് പിൻവലിപ്പിച്ച് EMSനെതിരായിട്ട് വോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ച ആളുകളാണ് ഈ രാജ്യത്തിലെ കോൺഗ്രസ്സുകാർ. കോൺഗ്രസും RSS ജനസംഘവും തമ്മിൽ അന്ന് ധാരണയുണ്ടാക്കി. നിങ്ങൾ 91 തെരഞ്ഞെടുപ്പിൽ എന്താ ഉണ്ടാക്കിയത്? കോലീബി സഖ്യം. ഇവിടെ BJPയുടെ പ്രതിനിധി സമ്മതിക്കുമോ എന്നറിയില്ല. അദ്ദേഹത്തിൻ്റെ നേതാവായിരുന്ന KG മാരാരുടെ ജീവചരിത്ര ഗ്രന്ഥമുണ്ട്, അതിലൊരു അധ്യായമുണ്ട്, പാഴായ പരീക്ഷണം. ആ പാഴായ പരീക്ഷണത്തിൽ കൃത്യമായി എഴുതി വെച്ചല്ലോ, കോൺഗ്രസ്, RSS, മുസ്ലിം ലീഗ് രണ്ടും തമ്മിൽ, ഈ മൂന്നും തമ്മിൽ കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് ചർച്ച ചെയ്തതിൻ്റെ വിശദാംശങ്ങൾ അതിൽ പറയുന്നുണ്ട്. ഞാൻ വെല്ലുവിളിക്കുകയാണ് രാജുവിനെ, ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ RSS നേതൃത്വവുമായിട്ടോ പഴയ ജനസംഘവുമായിട്ടോ ഇപ്പോഴത്തെ BJPയുമായിട്ടോ ഞങ്ങൾ ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടാക്കി എന്ന് പറയാൻ നിങ്ങൾക്കാവുമോ? നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ ഒറ്റപ്പെടുത്തപ്പെട്ടു മതനിരപേക്ഷ സമൂഹത്തിന് മുമ്പിൽ. നിങ്ങളുടെ പ്രകടന പത്രിക വന്നല്ലോ, BJPയുടെ പ്രകടന പത്രിക വന്നു. ആ BJPയുടെ പ്രകടന പത്രികയിൽ മതരാഷ്ട്ര സ്ഥാപനത്തിനു വേണ്ടിയുള്ള RSSൻ്റെ പദ്ധതി ഘട്ടം ഘട്ടമായി നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ പൗരത്വ ഭേദഗതി നിയമം നടപ്പാക്കും. എന്താ പ്രകടന പത്രിക? ആരുമായിട്ടാണ് ധാരണ? CPMും CPIയും കൃത്യമായി പറഞ്ഞു, ഞങ്ങൾക്ക് അധികാരത്തിൽ ഇടപെടാനുള്ള അവസരമുണ്ടായിക്കഴിഞ്ഞാൽ CAA റദ്ദാക്കും, പൗരത്വ ഭേദഗതി നിയമം റദ്ദാക്കും. കേരളത്തിൽ LDF സർക്കാർ പ്രഖ്യാപിച്ചു, പൗരത്വ രജിസ്റ്റർ ഞങ്ങൾ നടപ്പാക്കാൻ അനുവദിക്കയില്ല. ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ട് കേരളത്തിലെ സർക്കാരാണ് സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത്, ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. എന്താ കോൺഗ്രസിൻ്റെ നിലപാട്? രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് ആചാരങ്ങളൊക്കെ ലംഘിച്ചുകൊണ്ട് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തപ്പോൾ ആ ചടങ്ങിലേക്ക് CPMനെയും CPIയെയും ക്ഷണിച്ചപ്പോൾ ഒരു നിമിഷം കൊണ്ട് ഞങ്ങൾ തീരുമാനമെടുത്തു, ഞങ്ങളെല്ലാ മതവിശ്വാസങ്ങളെയും മാനിക്കുന്ന പാർട്ടിയാണ്, പക്ഷേ ഇത് രാഷ്ട്രീയ കാര്യപരിപാടിയാണ്, പങ്കെടുക്കില്ല. എത്ര ആഴ്ച വേണ്ടി വന്നു കോൺഗ്രസിന് തീരുമാനിക്കാൻ? നിങ്ങളുടെ തീരുമാനം നടപ്പിലാക്കപ്പെട്ടോ? ഹിമാചൽ പ്രദേശിലെ ഒരു കോൺഗ്രസിൻ്റെ മന്ത്രി വിക്രമാദിത്യ സിംഗ് ആ ചടങ്ങിൽ പങ്കെടുത്തു. എത്ര കോൺഗ്രസ് നേതാക്കന്മാർ, ചിലരൊക്കെ തന്നെ സ്വർണത്തിന്റെ തകിട് അങ്ങോട്ട് കൊടുത്തയച്ചല്ലോ. അപ്പോ ഈ രാജ്യത്തിലെ സംഘപരിവാർ അജണ്ടയെ നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും സഹായിക്കുന്ന നിലപാടല്ലേ സ്വീകരിച്ചത്? ഒറ്റ കാര്യം, ശ്രീ പി ജയരാജൻ, കോൺഗ്രസിന്റെ കൊല്ലത്തെ MP അനുവാദം തരണം. മറുപടി പറയാൻ അനുവാദം തരണം. മതിയായ സമയം കൊടുത്തിട്ട് CPMന്റെ പ്രതിനിധിയെ വിളിച്ചു വരുത്തിട്ട് അതിനിടയിൽ തോക്കിൽ കയറി വെടിവെക്കല്ല. മാധു, തോക്കിൽ കയറി വെടിവെക്കല്ല. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, പാർട്ടിയുടെ നേതാവായിട്ടുള്ള പാർട്ടിയുടെ നേതാവായിട്ടുള്ള EP ജയരാജനെ പറ്റി പറഞ്ഞല്ലോ. ഞാൻ ഈ പറഞ്ഞ വസ്തുതകളുണ്ടല്ലോ, കോലീബി സഖ്യം, പഴയ പട്ടാമ്പിയിലെ ജനസംഘ സ്ഥാനാർത്ഥിയെ പിൻവലിപ്പിച്ച് EMSനെതിരായിട്ട് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് RSSന്റെ വോട്ട് വാങ്ങിച്ചത്, പ്രാണപ്രതിഷ്ഠ ചടങ്ങ്, എത്ര സംഭവങ്ങൾ. ഇവിടെ കൃത്യമായിട്ടുള്ള നിലപാട് വർഗീയ ശക്തികൾക്കെതിരായിട്ട്
അതിൽ മുഖ്യ വിപത്ത് RSS BJP ആണെന്ന് കണക്കാക്കിയിട്ട് അതിനെതിരായിട്ട് തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാടെടുത്തു പോകുന്ന ഒരു പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി മെമ്പറായിട്ടുള്ള EP ജയരാജൻ ഇതാ പ്രകാശ് ജാവേദ്കറുമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഇന്നലെ വളരെ ആസൂത്രിതമായിട്ടാണ് ആരുടെ തെളിവായി ഇവരെടുത്തത്? ലോകത്തിലെ തട്ടിപ്പുകാരനായിട്ട് അറിയപ്പെടുന്ന ഒരു ഇടനിലക്കാരൻ അല്ലേ, നന്ദകുമാറിൻ്റെ സാക്ഷി തെളിവിനെ അടിസ്ഥാനപ്പെടുത്തി EP ജയരാജൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ കരിതേച്ച് കാണിക്കാനുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമമാണ്. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയേണ്ടതുണ്ട്. സഖാവ് EP ജയരാജൻ്റെ രാഷ്ട്രീയ ജീവിതം ഉണ്ടല്ലോ, അദ്ദേഹത്തെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട്. ആര്? ഈ രാജു നായരുടെ ഇപ്പോഴത്തെ KPCC പ്രസിഡന്റ് സുധാകരൻ അടക്കം ഗൂഢാലോചന നടത്തിയിട്ട് ആരെയാണ് അദ്ദേഹം ഉപയോഗപ്പെടുത്തിയത് വെടിവെച്ച് കൊല്ലാൻ? 2 RSSകാരായിട്ടുള്ള ആളുകളെ തോക്ക് കൊടുത്ത് ചാണ്ടിഗഡ് പാർട്ടി കോൺഗ്രസിൽ നിന്ന് തിരിച്ചു വരുന്ന അവസരത്തിൽ വെടിവെച്ച് കൊല്ലാൻ ഗൂഢാലോചന നടത്തിയിട്ടുള്ള KPCC പ്രസിഡന്റ് അനുയായി ഇവിടെ വന്നിട്ട് പറയാണ് EP ജയരാജൻ RSSുമായിട്ട് ജനസംഘ BJPയുമായിട്ട് പിന്നെ കൂടിയാലോചന നടത്തിയിരിക്കുന്നു, ചർച്ച നടത്തിയിരിക്കുന്നു. അങ്ങ് പറയുന്നത് TG നന്ദകുമാറിന്റെ വാക്കുകളെ തെളിവായെടുത്തു എന്നാണ്. TG നന്ദകുമാറിന്റെ വാക്കുകളുടെ തെളിവിന് നമുക്ക് ആവശ്യമില്ലല്ലോ. കാരണം LDF കൺവീനർ തന്നെ സ്ഥലം, സമയം, ആരൊക്കെ എന്ത് ചായ കുടിക്കാൻ ആവശ്യപ്പെട്ടു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇന്ന് ഒരു വോട്ടെടുപ്പ് ദിവസം രാവിലെ വ്യക്തവും കൃത്യവുമായി വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അവിടെ നന്ദകുമാർ അവിടെ പോട്ടെ, വിശ്വാസ്യതയുള്ള ആളാണല്ലോ LDFന്റെ കൺവീനർ. പിന്നെ ശ്രീ P ജയരാജൻ, കൊല്ലത്തെ MP ശ്രീ പ്രേമചന്ദ്രൻ, പാർലമെന്റിന്റെ ക്യാൻറ്റീനിൽ പോയിരുന്ന നരേന്ദ്രമോദിയോടൊപ്പം ഭക്ഷണം കഴിച്ചതിനെ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് ഇതിൽ കൂടുതൽ ഇനി രാഷ്ട്രീയമായി പ്രചാരണ വേദിയിൽ ഉപയോഗിക്കാനുണ്ടോ ഇടതുനിന്ന്? ഇല്ലല്ലോ. എന്നിട്ട് സ്വന്തം മകന്റെ വീട്ടിൽ ജാവ്ദേക്കർ വിരുന്നു വന്നു എന്റെ ക്ഷേമം അന്വേഷിക്കാൻ എന്ന് LDF കൺവീനർ പറയുകയാണ്. ബാന്ധവമല്ല എന്ന് എങ്ങനെയാണ് പറയാൻ കഴിയുക? അല്ല മാധു, ഇത് മാത്രമേ മാധു കേട്ടിട്ടുള്ളൂ. ഈ KPCC പ്രസിഡന്റല്ലോ സുധാകരൻ, അദ്ദേഹം സംസാരിച്ചത് എന്താ? RSSന്റെ ശാഖകൾക്ക് സംരക്ഷണം കൊടുക്കാൻ എൻ്റെ നേതാക്കന്മാരെ, എൻ്റെ പ്രവർത്തകന്മാരെ ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പ്രഖ്യാപിച്ച KPCC പ്രസിഡന്റാണിപ്പോൾ EP ജയരാജനെതിരായിട്ട് ഈ RSSുമായിട്ടുള്ള കൂടിയാലോചന, BJPയുമായിട്ട് കൂടിയാലോചന എന്നതൊക്കെ പ്രഖ്യാപിക്കുന്നത്. സുധാകരന്റെ വിശ്വാസ്യത എനിക്ക് തോന്നുമ്പോൾ ഞാൻ BJPയിലേക്ക് പോകും. അതെ, ഇലക്ഷൻ കാലത്ത് ഇമാതിരി പല തട്ടിപ്പുകളും വരും. ഇവിടെ ഈ പറയുന്ന ഇടനിലക്കാരനുണ്ടല്ലോ, ഇടനിലക്കാരൻ ഒരു ദിവസം എൻ്റെ അടുക്ക വന്നിരുന്നു. എന്തിനാ വന്നതെന്നറിയോ? എന്നെ അദ്ദേഹത്തിൻ്റെ ക്ഷേത്രത്തിൻ്റെ ഉത്സവ പരിപാടിയിലേക്ക് ക്ഷണിക്കാൻ വേണ്ടി. എവിടെ? ഞാൻ കണ്ണൂരിലെ ഒരു CPM പ്രവർത്തകനാണ്. എന്നെ ക്ഷണിക്കുക ഇവിടെ എറണാകുളത്തേക്ക്. അപ്പോൾ പലരെയും ചാക്കിലാക്കാൻ വേണ്ടിയുള്ള ശ്രമം ഇവിടെ നടത്തുന്ന ഒരു ഏജന്റാണ്, ഇടനിലക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ വാദഗതികളെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ കോൺഗ്രസ്സുകാർ രംഗത്ത് വരികയാണ്. അതൊക്കെ പരിഹാസ്യമാണ്. KPCC പ്രസിഡന്റ് സുധാകരനാണല്ലോ പറഞ്ഞത്, എനിക്ക് തോന്നുമ്പോൾ ഞാൻ BJPയിലേക്ക് പോകും. അദ്ദേഹം തമിഴ്നാട്ടിലെ BJPയുടെ നേതാവ് രാജയുമായി ചർച്ച ചെയ്ത കാര്യം അദ്ദേഹം സമ്മതിച്ചല്ലോ. ഇവിടെ EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഈ ഇടനിലക്കാരനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അവസരമുണ്ടാക്കിയതിൽ ജാഗ്രത കുറവുണ്ടായിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ള ജാഗ്രത കുറവ് വ്യക്തിപരമായിട്ട് സഖാവ് EP ജയരാജന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും CPMന്റെ ചുമലിലിട്ട് നിങ്ങൾ രക്ഷപ്പെടേണ്ട എന്നാണ് കോൺഗ്രസ് ഐയുടെ പ്രതിനിധിയോട് എനിക്ക് പറയാനുള്ളത്. ശരി, കോൺഗ്രസ് രക്ഷപ്പെടുന്നത് അവിടെ നിൽക്കട്ടെ. ഇതിപ്പോ LDFന്റെ കൺവീനറാണ്. വ്യക്തിപരമായ ജാഗ്രത കുറവ് രാഷ്ട്രീയമായി സംഭവിക്കാൻ പാടില്ല. അദ്ദേഹം ഒരു സുഹൃത്ത് രാഷ്ട്രീയവുമായി ബന്ധമില്ലാത്ത ഒരാളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പോലെയല്ല കേരളത്തിന്റെ ചുമതലയുള്ള പ്രഭാരിയുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. കേരളത്തിന്റെ ചുമതലയുള്ള മുന്നണി ചുമതലയുള്ള LDF കൺവീനർ എന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യവുമാണ്. ശ്രീ P ജയരാജനിലേക്ക് വരാം. ശ്രീ രാജു പി നായർ, അങ്ങനെ അതായത് കൊല്ലത്തെ MP പോകുമ്പോൾ അത് രാഷ്ട്രീയവും, ജാവ്ദേക്കർ ഇങ്ങോട്ട് വന്ന് ജയരാജനെ കാണുന്നത് ജാഗ്രത കുറവുമാകുന്നത് LDFന് വിശദീകരിക്കാനുള്ള രീതിയാണ്. അത് കോൺഗ്രസിന് അത് ചാരി രക്ഷപ്പെട്ടു പോകാൻ കഴിയാത്തത് എപ്പോൾ വേണമെങ്കിലും ഞാൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ BJPയിലേക്ക് പോകും എന്ന് പറഞ്ഞ KPCC അധ്യക്ഷൻ ഉള്ളത് കൊണ്ടാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. മാത്രമല്ല സംഘടനാ കോൺഗ്രസ് കാലത്ത് RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്നിട്ടുള്ള KPCC അധ്യക്ഷനാണ് ഇപ്പോൾ ജയരാജനെ കുറ്റം പറയുന്നത് എന്നതുകൂടി വിമർശനമായി പറയുന്നു.
മാധു ആദ്യം ആ സംഘടനാ കോൺഗ്രസിന്റെ കാര്യം പറയാം. ആ സംഘടനാ കോൺഗ്രസിന്റെ സമയത്ത് സംഘടനാ കോൺഗ്രസിനൊപ്പം നിന്നിരുന്ന പാർട്ടിയുടെയും നേതാവിൻ്റെയും പേരെന്തായിരുന്നു? പിണറായി വിജയൻ എന്നല്ലേ? ഇല്ലേ? സംഘടനാ കോൺഗ്രസിനൊപ്പം നിന്നിരുന്നത് ഇടതുമുന്നണിയിൽ പിണറായി വിജയനായിരുന്നില്ലേ? അപ്പം അന്ന് ഈ പറഞ്ഞ പണിക്ക് പിണറായി കൂടി കൂട്ടു നിന്നിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കേണ്ടി വരും. അത് കാര്യങ്ങൾ കുറച്ചുകൂടി വിശദമായിട്ട് പറയട്ടെ. ഇനി രണ്ടാമത്തെ കാര്യം, ശ്രീ ജയരാജൻ ഇവിടെ എന്നെ വെല്ലുവിളിക്കുകയുണ്ടായി. ആ വെല്ലുവിളി ഞാൻ ഏറ്റെടുക്കുകയാണ് ശ്രീ പി ജയരാജൻ. അതിനാദ്യത്തെ മറുപടി അങ്ങയുടെ നേതാവിൽ നിന്ന് തന്നെ ആയിക്കൊള്ളട്ടെ, ഒന്ന് കേട്ടോളൂ. ഈ തെരഞ്ഞെടുപ്പൊക്കെ ആകുമ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പലരും സഹായിച്ചു എന്ന് വരും. ചില ഘട്ടത്തിൽ ഞങ്ങൾ ചിലരെ തള്ളിപ്പറയും. ഇപ്പോൾ ആർ എസ് എസ് ഒരു ഘട്ടത്തിൽ ഞങ്ങൾ ആർ എസ് എസിൻ്റെ വോട്ട് വേണ്ട എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ എല്ലാ ഘട്ടത്തിലും അത് പറഞ്ഞിട്ടില്ല. അപ്പം അങ്ങനെ ചില നിലപാടുകൾ ഞങ്ങൾ മനസ്സിലായല്ലോ? അങ്ങേക്ക് മനസ്സിലാക്കണമല്ലോ ആരുടെ ശബ്ദമാണെന്നുള്ളത്. ശ്രീ പിണറായി വിജയൻ കൊടുത്തൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞ. ഇനി അങ്ങ് ചോദിക്കുകയാണ് ജനസംഘമായിട്ടോ ബി ജെ പി ആയിട്ടോ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ. അല്ലല്ല, ഞാൻ പറയട്ടെ അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നല്ലോ. ഞാൻ പറയുന്നത് കേൾക്കൂ. ഞാൻ പറയുന്നത് കേൾക്കൂ. അതിനുശേഷമാവാം. അല്ല, അങ്ങനെ വെപ്രാളപ്പെടാതെ ഞാൻ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ വടി വെട്ടിയിട്ടേ ഉള്ളൂ. അങ്ങ് അവിടെ ഇരിക്കൂ. ഞാൻ വടി വെട്ടിയിട്ടേ ഉള്ളൂ. അങ്ങ് വെപ്രാളപ്പെടാതെ ഞാൻ വടി വെട്ടിയിട്ടേ ഉള്ളൂ. ഞാൻ പറയാം, അതിനുശേഷം ആവട്ടെ. അപ്പൊ അങ്ങനോട് ചോദിക്കുകയാണ് ജനസംഘവുമായിട്ട് ഏതെങ്കിലും കാലത്ത് സെറ്റിൽ ചെയ്തിട്ടുണ്ടോ? 1967 അങ്ങേക്ക് ഓർമ്മയുണ്ടോ? പഞ്ചാബില് കൂട്ടുകക്ഷി മുന്നണി ഉണ്ടാക്കിക്കൊണ്ട് അന്ന് കോൺഗ്രസിനെതിരെ മുന്നണി ഉണ്ടാക്കി. ആരായിട്ടാ? ജനസംഘമായിട്ട്. ആ ജനസംഘമായിട്ട് ഉണ്ടാക്കിയ കൂട്ടുകക്ഷി മുന്നണിയുടെ കൺവീനർ ആരായിരുന്നു? ശ്രീ ജയരാജൻ. ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നില്ലേ അതിന്റെ കൺവീനർ പഞ്ചാബില്? നിങ്ങൾ ജനസംഘമായിട്ട് കൂട്ടുകെട്ടുണ്ടാക്കിയില്ല. അതിന് ചരിത്രം ചോദിക്കുക. 1967 പഞ്ചാബില് ഉണ്ടാക്കിയ ജനസംഘവുമായിട്ടുള്ള കൂട്ടുകെട്ടിന്റെ കൺവീനർ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു. അതിനകത്ത് CPIക്ക് ഒരു മന്ത്രി ഉണ്ടായിരുന്നു, ഹർകിഷൻ സിംഗ് സുർജിത്ത്. ആ മന്ത്രിസഭയിൽ ചേരാൻ വേണ്ടി നടന്നത് അല്ല. അങ്ങ് ഇങ്ങനെ ഇടപെടല്ലേ? അങ്ങ് ഇത്ര വെപ്രാളപ്പെടല്ലേ? അങ്ങനെക്കാളൊക്കെ വളരെ പ്രായവും പക്വതയുള്ള ഒരു നേതാവല്ലേ? അങ്ങ് വെപ്രാളപ്പെടല്ല. ഞാനൊന്ന് പറഞ്ഞു തീർക്കട്ടെ. ഞാൻ പറയട്ടെ. അങ്ങ് അപ്പൊ ഞാൻ പറയുന്നതിനിടയ്ക്ക് കയറി പറയുമ്പോൾ അത് വെപ്രാളം എന്നാണ് അതിന് പറയുക. 1967 പഞ്ചാബിൽ ജനസംഘവുമായിട്ട് CPM മുന്നണി ഉണ്ടാക്കുകയും ആ മുന്നണിയുടെ കൺവീനർ ഹർകിഷൻ സിംഗ് സുർജിത്ത് ആയിരുന്നു. നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റില്ലേ? പിന്നെ എവിടെയെല്ലാം ഉത്തരേന്ത്യ ഉണ്ട്, ഞാൻ തെളിയിച്ചു തരാം. അതിനകത്ത് ഹർകിഷൻ സിംഗ് സുർജിത്ത് അതിൽ മന്ത്രിയാവാൻ വേണ്ടി 18 പടവും പയറ്റി എന്നുള്ളതും പാർട്ടി അത് അനുവദിച്ചില്ല എന്നും കൂടെ എഴുതി വെച്ചിരിക്കുന്ന ജീവചരിത്രം ഉൾപ്പെടെ ഞാൻ കാണിച്ചു തരാം. മനസ്സിലായില്ലേ? പിന്നെ 1977 തെരഞ്ഞെടുപ്പ് ജയിക്കുന്നത് എങ്ങനെയാ പിണറായി വിജയൻ? RSSന്റെ പിന്തുണയോടുകൂടിയല്ലേ? ഞാൻ പറയട്ടെ. അങ്ങ് ഇങ്ങനെ അസ്വസ്ഥനാവുന്ന എന്തിനാ? ആരാണ് LK അദ്വാനിയും വാജ്പേയിയും കേരളത്തിൽ കൊണ്ടുവന്ന് നിങ്ങളോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് പ്രചരണം നടത്തിയത്? എന്താ ഇത് മാധു, ഇങ്ങനെ ചർച്ച കൊണ്ടുപോകണോ? ശരി. അല്ല, ഇത് പോട്ടെ. അങ്ങനെ ഒരു അലയൻസ് ഉണ്ടായിട്ടില്ല. അത് ചരിത്രപരമായി തെറ്റാണെന്നുള്ളതാണ് ശ്രീ പി ജയരാജൻ പറയുന്നത്. അല്ല, ഞാൻ തെളിയിച്ചു തരാം. 67 അലയൻസ് ഞാൻ തെളിയിച്ചു തരാം. ശരി. ഞാൻ അങ്ങേക്ക് അതിന്റെ വിശദാംശങ്ങൾ തരാം. ശരി. പിന്നെ 77 പിണറായി വിജയൻ ആരുടെ വോട്ട് മേടിച്ചാ ജയിച്ചത്? എങ്ങനെ 89 ആരായിട്ടാ ചേർന്നത്? VP സംഘിന്റെ മന്ത്രിസഭയ്ക്ക് പിന്തുണ കൊടുത്തത് ആരെല്ലാം കൂടിയാ? ആരൊക്കെ കൂടിയാ? BJPയും CPM കൂടിയല്ലേ പിന്തുണ കൊടുത്തത്? ഇതെല്ലാം ഉണ്ട്. എനിക്ക് സമയം മാധു എനിക്ക് സമയം തരണം. അങ്ങനെ പോലെ KG മാരാറിന്റെ തെരഞ്ഞെടുപ്പ് ഏജന്റ് ആയിരുന്ന ആളാണ് പിണറായി വിജയൻ. അറിയില്ലേ? ഇനി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബാലശങ്കർ എന്താ പറഞ്ഞത്? RSSന്റെ ബാലശങ്കർ പറഞ്ഞത് ഈ അഡ്ജസ്റ്റ്മെന്റ് ഞങ്ങൾ ഉണ്ടാക്കിയെന്നല്ലേ? ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താ മാധു? തൃശ്ശൂർ സീറ്റ് ജയിക്കുന്നതിന് വേണ്ടി BJPക്ക് ലാവ്ലിൻ കേസ് ഉൾപ്പെടെ വെച്ചുകൊണ്ട് സെറ്റിൽമെന്റ് ഉണ്ടാക്കാൻ EP ജയരാജൻ ഉണ്ടായിരുന്നു. EP ജയരാജൻ പറയുന്ന കള്ളങ്ങൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ പറ്റുമോ? അങ്ങേര് താമസിക്കുന്ന വീട്ടിലേക്ക് ഈ പറയുന്ന പ്രകാശ് ജാവ്ദേക്കർ മുൻ കേന്ദ്രമന്ത്രി, കേരളത്തിന് ചുമതലയുള്ള BJPയുടെ പ്രഭാരി അങ്ങ് കയറിപ്പോയപ്പോ വണ്ടി നിർത്തിയിട്ട് കയറി എന്നാ പറയണത്.
ആരെ പറ്റിക്കാൻ പറയുന്നത്? ഓക്കെ ശ്രീ രാജുവിനാർ, ഞാൻ വരാം അങ്ങയിലേക്ക്. ശ്രീ ശങ്കുടിദാസ്, ശരി, ശ്രീ ശങ്കുടിദാസ്, കേരള രാഷ്ട്രീയത്തിൽ ഒരു വോട്ടെടുപ്പ് ദിവസം ഏറ്റവും വലിയ ചർച്ചയായ ഒരു വിഷയമാണ് ഇത്. നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളായ ശ്രീ പ്രകാശ് ജാവ്ദേക്കർ ഇവിടെ വരുന്നു. ഇ.പി. ജയരാജനുമായി ഒരു കൂടിക്കാഴ്ച നടന്നു. ഇ.പി. ജയരാജൻ തന്നെ അത് പറയുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞതിനെ കോൺഗ്രസ് ചോദ്യം ചെയ്യുന്നു. മുഖ്യമന്ത്രി പറഞ്ഞത് വേദിയിൽ വെച്ച് ശ്രീ പ്രകാശ് ജാവ്ദേക്കറുമായി ഞാൻ 2 or 3 അതിലധികമോ തവണ സംസാരിച്ചിട്ടുണ്ട്, അതൊക്കെ പൊതുവേദിയിൽ വെച്ചാണ്, നിങ്ങൾ പൂർണ്ണമായി ഒരുങ്ങിയിരിക്കുകയാണല്ലേ, നോക്കാം എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ്. ശ്രീ പ്രകാശ് ജാവ്ദേക്കറും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും തമ്മിൽ അങ്ങനെ പങ്കെടുത്ത, വേദി പങ്കുവെച്ച എന്തെങ്കിലും ചടങ്ങ് ഉള്ളതായി അറിവിലില്ല എന്നുള്ളതാണ് കോൺഗ്രസ് പറയുന്നത്. എന്താണ് BJPയുടെ പക്ഷം? നോക്കൂ, പ്രകാശ് ജാവ്ദേക്കർ ഈ രാജ്യത്തെ മുതിർന്ന ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം ഇപ്പോഴും രാജ്യസഭാ MP ആണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിരുന്നു. അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭയിൽ ഉൾപ്പെടെ മന്ത്രിയായിരുന്ന ആളാണ്. ദീർഘകാലത്തെ പാർലമെന്ററി പരിജ്ഞാനമുള്ള, ഗവർണൻസിന്റെ എക്സ്പീരിയൻസ് ഉള്ള, എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന ഒരു നേതാവാണ് അദ്ദേഹം. അദ്ദേഹം നിലവിൽ കേരളത്തിന്റെ പ്രഭാരിയായിട്ട്, കേരളത്തിലെ BJPയുടെ ചുമതലയുള്ള നേതാവായിട്ട് പ്രവർത്തിക്കുകയാണ്. സ്വാഭാവികമായിട്ടും വിവിധ രാഷ്ട്രീയ പാർട്ടികളിലെ പല നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള വിവരം തരാൻ ഞാൻ ക്വാളിഫൈഡ് അല്ല. ഞാൻ പാർട്ടിയുടെ അങ്ങനത്തെ ഒരു ഹയർ ലെവൽ ഡിസിഷൻ മേക്കിംഗ് ബോഡിയുടെ ഭാഗമായിട്ടുള്ള ആളല്ല. എന്നാൽ എൻ്റെ അറിവിലും ധാരാളം കൂടിക്കാഴ്ചകളും മീറ്റിങ്ങുകളൊക്കെ നടത്തിയിട്ട് അത് സ്വാഭാവികമാണ്. അങ്ങനെയൊക്കെയാണല്ലോ രാഷ്ട്രീയ പ്രവർത്തനം. ആളുകൾ കാണുകയും പരസ്പരം സംസാരിക്കുകയും ആശയങ്ങൾ പങ്കുവെക്കുകയും കേന്ദ്രമന്ത്രി ആയിരുന്ന സമയത്ത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയുമായി പങ്കുവെക്കുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് വിശ്വസനീയമാണ്. ഇപ്പൊ കേരളത്തിന്റെ രാഷ്ട്രീയ ചുമതലയുള്ള പ്രഭാരിയുമായി കേരളത്തിന്റെ മുഖ്യമന്ത്രി കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ നിങ്ങൾ ആരും അറിയാതെ പോവോ? കൂടിക്കാഴ്ചയല്ല, പൊതുപരിപാടി. അങ്ങനെ ഒരു പൊതുപരിപാടി ഉണ്ടോ? ഞാൻ അറിഞ്ഞിട്ടില്ല. ഞാൻ എന്തായാലും അറിഞ്ഞിട്ടില്ല. ശ്രീ പ്രകാശ് ജാവ്ദേക്കർ തന്റെ വീട്ടിൽ വന്ന് തന്നെ കണ്ടു എന്ന് ഇ.പി. ജയരാജനാണ് പറഞ്ഞത്. പ്രകാശ് ജാവ്ദേക്കർ അത് നിഷേധിച്ചതായിട്ട് ഞാൻ കണ്ടില്ല. സ്വാഭാവികമായിട്ട് അത് സംഭവിച്ചിരിക്കുമല്ലോ. അങ്ങനെ പക്ഷെ അദ്ദേഹത്തിൻ്റെ ഒരു നേച്ചർ അങ്ങനെയാണ്. അദ്ദേഹം എല്ലാവരെയും കാണുന്ന, എല്ലാവരോടും സംസാരിക്കുന്ന, കാര്യകർത്താക്കളെ പോലും കേരളത്തിൽ എല്ലാ ഭാഗത്തുനിന്നുള്ള ആളുകളേക്ക് വിളിച്ചു വരുത്തി എല്ലാവരും സംസാരിക്കുന്ന, ധാരാളം യാത്ര ചെയ്യുന്ന. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിലും അദ്ദേഹം വന്നിട്ടുണ്ട്. ഒരു മണ്ഡലം പോലും ഒഴിവാക്കാതെ എല്ലായിടത്തും ഏറ്റവും ഗ്രൗണ്ട് ലെവലിലുള്ള വർക്കേഴ്സുമായിട്ട് പോലും അദ്ദേഹം ഇൻട്രാക്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ നേച്ചറാണ്. പൊതുവിൽ സംഘപരിവാർ സംഘടനകളുടെ ഒരു സ്വഭാവം എന്ന് പറയുന്നത് ആരെയും അടിച്ച് പുറത്താക്കലല്ല, എല്ലാവരെയും അടിച്ച് അകത്താക്കലാണ് രാഷ്ട്രീയം എന്നാണ്. ആരോടും പെർപ്പച്വലായിട്ടുള്ള വിരോധമോ ആരോടെങ്കിലും തൊട്ടുകൂടായ്മയോ അയിത്തമോ ഒന്നുമില്ല. ആരെയും മാറ്റി നിർത്തലല്ല, എല്ലാവരും ചേർത്ത് നിർത്തലാണ്, എല്ലാവരും ഉൾക്കൊള്ളലാണെന്നുള്ളതാണ്. സ്വാഭാവികമായിട്ട് BJP ഇന്ന് കേരളത്തിലെ 3ാമത്തെ വലിയ പാർട്ടിയാണ്. ഏറ്റവും വലിയ വിവരം കേരളം അറിയുന്നത് നേരത്തെ ഒരു വിശ്വാസ്യതയും ഇല്ല എന്ന് ശ്രീ P. ജയരാജനും കേരളത്തിലെ പലരും, പല നേതാക്കളും പല കാലങ്ങളിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുള്ള, മാധ്യമങ്ങൾക്ക് മുന്നിൽ വാർത്താ സമ്മേളനം നടത്തി ഈ വിവരങ്ങളൊക്കെ പുറത്തുവിട്ടത് TG നന്ദകുമാറാണ്. അദ്ദേഹം തന്നെ അദ്ദേഹത്തിന്റെ ദല്ലാളെന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാഹനത്തിൽ കയറിയാണ് നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് കൂടിക്കാഴ്ചയ്ക്ക് പോയത് എന്നും അറിയുന്നു. അപ്പോ അതിനുശേഷം അദ്ദേഹം നിഷേധിക്കുന്നു. ഇവിടെ TG നന്ദകുമാറും ഇ.പി. ജയരാജനും ഒക്കെ വെച്ച് അംഗീകരിക്കുമ്പോൾ ശ്രീ പ്രകാശ് ജാവ്ദേക്കറെ നിഷേധിക്കുകയാണ്. എന്തിനാണ്? നോക്ക്, ഇതൊന്നും എനിക്കറിയുന്ന കാര്യങ്ങളല്ല. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഇതിനെയൊക്കെ പറ്റി മാധ്യമങ്ങളിൽ കണ്ടിട്ടുള്ള വിവരവും നിങ്ങൾ ഈ ചർച്ച ചെയ്യുമ്പോൾ കിട്ടുന്ന വിവരവും അല്ലാതെ എനിക്കിതിനെപ്പറ്റി ഫസ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള യാതൊരു ഇൻഫർമേഷനും ഇല്ല. പക്ഷെ ഇവിടെ ഇതിലൊരു വലിയ പ്രശ്നം കാണുന്നത്, പ്രകാശ് ജാവ്ദേക്കറുമായിട്ട് ചർച്ച നടത്തുന്നത് എന്തോ ഭയങ്കര അപരാധമാണ് എന്നുള്ള രീതിയിൽ എന്തിനാണ് ഇത്രയും വലിയൊരു ഗൗരവം അതിന് കൊടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതെന്താണ് ആളുകൾ തമ്മിൽ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നതിൽ എന്താണ് കുഴപ്പമുള്ളത്? ഞങ്ങളിപ്പോൾ കേരളത്തിൽ 15% വോട്ടുള്ള പാർട്ടിയാണ് BJP. 15-നും 20-നും ഇടയിലാണ്. കേരളത്തിൽ 35% വോട്ട് കോൺഗ്രസിനുണ്ട്, 35% വോട്ട് CPM-നുണ്ട്. നാളെ BJP 35-40% വോട്ടുള്ള പാർട്ടിയാണെങ്കിൽ എന്ത് വേണം? ഈ പാർട്ടികളിലുള്ള വോട്ടുകൾ ഇങ്ങോട്ട് വരണം. ആ വോട്ടുകൾ ഇങ്ങോട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിലെ നേതാക്കന്മാരും ഇങ്ങോട്ട് വരും. കോൺഗ്രസ്സുകാരായിട്ടുള്ള ഒരാളോട് ഞങ്ങൾ സംസാരിക്കില്ല, CPM-കാരായിട്ട് ഒരാളോട് ഞങ്ങൾ സംസാരിക്കില്ല. അങ്ങനെ ഒരു നിലപാടെടുത്തിട്ടൊരു പാർട്ടിക്ക് പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുമോ? ഈ പാർട്ടിയിൽ നിന്നുള്ള ആളുകളെല്ലാം ഇന്നല്ലെങ്കിൽ നാളെ ഞങ്ങളിലേക്ക് വരേണ്ട ആളുകളാണ് എന്ന ബോധ്യത്തോടു കൂടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ആ ചുമതല വളരെ ഭംഗിയായി നിർവഹിക്കുന്ന ഒരാളാണ്. കേരളത്തിലെ BJPയുടെ വളർച്ചയെ അതിനുള്ള ഒരു മേൽനോട്ടം നടത്തുക എന്നുള്ള ചുമതലയാണല്ലോ പ്രഭാരിക്കുള്ളത്. അത് കേരളത്തിലെ BJPയെ വളർത്തുന്നതിന് വേണ്ടതായിട്ടുള്ള ഇടപെടലുകൾ, അതിന് വേണ്ടതായിട്ടുള്ള കൂടിക്കാഴ്ചകൾ, അതിന് വേണ്ടിയിട്ടുള്ള ആലോചനകളൊക്കെ അദ്ദേഹം സ്വാഭാവികമായിട്ട് നടത്തുന്നുണ്ടാവും എന്ന് ഞാൻ ഊഹിക്കുന്നു. അതല്ലാതെ നിങ്ങൾ ഈ പറയുന്നത് പോലെ അതുമായി ബന്ധപ്പെട്ട് യാതൊരു ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷനും എനിക്കില്ല. പക്ഷെ അദ്ദേഹം ഇ.പി. ജയരാജനുമായിട്ടോ മുഖ്യമന്ത്രിയായിട്ട് പോലും കൂടിക്കാഴ്ച നടത്തിയാൽ അതൊരു അപരാധമൊന്നുമല്ല, അതൊരു സ്വാഭാവികത മാത്രമാണ്. കേരളത്തിന്റെ ഒരു പൊളിറ്റിക്കൽ സിനാരിയോയിൽ നിന്ന് ചിന്തിക്കുകയാണ് എങ്കിൽ തീർച്ചയായും CPM-ഉം കോൺഗ്രസും അതിനെ രാഷ്ട്രീയമായി കാണുകയുള്ളൂ. രാഷ്ട്രീയമായി പരിങ്ങളിലാവുകയും രാഷ്ട്രീയമായി ആക്രമണോത്സുകരാകുകയും ഒക്കെ ചെയ്യും എന്ന് BJPക്ക് അറിവില്ലായിരിക്കുകയല്ലോ. അപ്പൊ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ വേണ്ടി അങ്ങോട്ട് ചോദിച്ചുള്ളൂ. അങ്ങേക്ക് ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ഇല്ല അതിൽ എന്ന് പറഞ്ഞ് അങ്ങ് ഒഴിയുകയും ചെയ്യുന്നു. നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് മാധ്യമങ്ങളുടെ കഴിഞ്ഞ തവണ ഈ ചർച്ച TG നന്ദകുമാറിന്റെ
ഒരു വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടായ സമയത്താണ് പ്രകാശ് ജാവ്ദേക്കറിന്റെ നിഷേധവും അദ്ദേഹം ആ വാഹനത്തിൽ കയറിപ്പോകുന്ന ദൃശ്യം നമ്മൾ പ്രേക്ഷകരെ കാണിക്കുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട നേതാവിന് ഒന്നും എനിക്കറിയില്ല എന്ന് പറയേണ്ടി വരികയും അദ്ദേഹത്തിന് അറിയാം, അദ്ദേഹം കൂട്ടുകൂടി പോകുന്ന ദൃശ്യങ്ങൾ കാണുകയും ചെയ്തു എന്നൊരു വിരോധാഭാസം അവിടെ നിലനിൽക്കുന്നു എന്നേ ഉള്ളൂ. അതിന് നിങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ളത് പ്രധാനമാണ്. നിങ്ങൾക്ക് പ്രശ്നമില്ല, പക്ഷെ പ്രശ്നമുള്ളവരാണ് പ്രതിരോധത്തിലാകുന്നതും പ്രശ്നമുണ്ട് എന്നറിയാവുന്നവരാണ് ആക്രമണോത്സവരാകുകയും ഒക്കെ ചെയ്യുന്നത്. അത് അങ്ങേക്ക് മനസ്സിലാകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അത് നോക്കൂ, അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ അതിന്റെ കാരണം എന്താ വെച്ചാൽ ഇവിടെ ഈ രണ്ട് മുന്നണികൾ വളരെ കാലം കൊണ്ട് നർച്ചർ ചെയ്ത് വളർത്തിയെടുത്തിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടല്ലോ, ഒരു പൊളിറ്റിക്സ് ഓഫ് ഹെയ്റ്റ്, BJP വിരുദ്ധത, BJP വിരോധം എന്ന് പറയുന്ന ഒരൊറ്റ ആശയത്തിൽ ഊന്നി നിന്നുകൊണ്ടാണ് ഈ രണ്ട് പാർട്ടികളും പ്രവർത്തിക്കുന്നത്. ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പൊക്കെ കഴിഞ്ഞു, വോട്ടുകളൊക്കെ പെട്ടിയിലായി, ഇനിയെങ്കിലും കുറെ കൂടി സത്യസന്ധമായിട്ട് സൗഹാർദ്ദപരമായിട്ട് സംസാരിക്കാമല്ലോ. പക്ഷെ ഇന്നത്തെ ചർച്ചയിൽ ഇരുന്നിട്ട് പോലും നിങ്ങളാണ് കാര്യങ്ങളാണ്. ആ കാര്യത്തിലേക്ക് ഞാൻ അങ്ങോട്ട് അടുത്ത ഘട്ടത്തിൽ വരികയും ചെയ്യും. ഒന്നും ഒഴിച്ച് നിർത്താൻ കഴിയുന്നതല്ലോ ശ്രീ ശാങ്കുട്ടിദാസ്. ആ വിഷയത്തിലേക്ക് നമുക്ക് വരാം. ശ്രീ പി ജയരാജൻ ഇന്നിപ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പറയേണ്ടി വരികയാണ് തുടർച്ചയായ ജാഗ്രതക്കുറവ് LDFന്റെ കൺവീനറുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന്. അതങ്ങനെ വ്യക്തിപരമായ ഒരു കാര്യമെന്ന് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ തള്ളിക്കളയാൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു ജാഗ്രതക്കുറവ് പല കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് കൊണ്ടാണ്. EP ജയരാജൻ പറയുകയാണ്, ഞാൻ അങ്ങനെ കാണുന്നവരെയൊക്കെ പാർട്ടിയെ അറിയിക്കണോ? വേണ്ടതില്ലേ? ഒരു രാഷ്ട്രീയമായ ഏറ്റവും പ്രധാനപ്പെട്ട നിൽക്കുന്ന സംഘപരിവാർ എന്ന നിങ്ങളുടെ രാഷ്ട്രീയ ശത്രുവുമായ ഒരു കൂടിക്കാഴ്ച നടത്തുന്നുണ്ടെങ്കിൽ അത് പാർട്ടി അറിയേണ്ടതല്ലേ എന്നൊരു ചോദ്യം ഒരു സാധാരണ ഇടതുപക്ഷക്കാരനും പ്രവർത്തകനും അണിക്കും ഉണ്ടാകും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരുപക്ഷെ LDF കൺവീനർ അങ്ങനെ ചിന്തിച്ചില്ല എങ്കിലും ഇതിനു മുൻപ് അദ്ദേഹവുമായി ബന്ധപ്പെട്ട സാമ്പത്തിക പ്രശ്നങ്ങൾ വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചു, എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ പാർട്ടിയെ അറിയിക്കേണ്ടതുണ്ടോ എന്ന്, ചില ഇടപാടുകൾ അറിയിക്കേണ്ടതുണ്ടോ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അറിയിക്കേണ്ടതില്ല എന്ന് ചില പാനലിസ്റ്റുകൾ ആ സമയത്ത് നിലപാടെടുക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെയാണോ വ്യക്തിപരമായ ഇടപാടുകൾ, വ്യക്തിപരമായ ബന്ധങ്ങൾ, സാമ്പത്തിക സ്രോതസ്, വരുമാനം, ഇതൊക്കെ പാർട്ടി പരിശോധിക്കുകയും അറിയുകയും ഒക്കെ ചെയ്യുന്നതല്ലേ? ഇവിടെ മാധുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നതിന് മുമ്പേ ശ്രീ രാജു ഇവിടെ ചരിത്രപരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ നിഷേധിച്ചു. കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രം എല്ലാവർക്കും അറിയാലോ, ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം എല്ലാവർക്കും അറിയാം. അദ്ദേഹം പറയാണ് 1967 പഞ്ചാബിൽ ജനസംഘത്തോടൊപ്പം മന്ത്രിസ്ഥാനം പങ്കിട്ടെടുത്തു CPIM. അത് അദ്ദേഹം തന്നെ അവസാനം നിഷേധിച്ചു, സുർജിത്തിന് മന്ത്രിസ്ഥാനത്ത് അനുവാദം കൊടുത്തിട്ടില്ല എന്ന്. ഇവിടെ 1967 രാഷ്ട്രീയ ചരിത്രം എന്താ? ഇന്ത്യ രാജ്യത്ത് സ്വാതന്ത്ര്യം കിട്ടി 20 വർഷം കഴിയുമ്പോഴേക്ക് 9 സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകൾ അധികാരത്തിൽ വന്നു. കേരളം ഉൾപ്പെടെ, കേരളം, തമിഴ്നാട് ഉൾപ്പെടെ, പഞ്ചാബ് ഉൾപ്പെടെ കോൺഗ്രസ് വിരുദ്ധ സർക്കാരുകൾ അധികാരത്തിൽ വന്നു. അതിൽ പഞ്ചാബിൽ ജനസംഘം പങ്കാളികളായി. അതുകൊണ്ട് തന്നെ CPM അങ്ങോട്ട് പോയിട്ടില്ല, പങ്കാളിത്തം വഹിച്ചിട്ടില്ല. ഇതാണ് ചരിത്രം. അപ്പോൾ ചരിത്രത്തെ ഇങ്ങനെ വക്രീകരിക്കരുത് എന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്ത് രാജുവിനോട് പറയാനുള്ളത്. പിന്നെ അദ്ദേഹം 1977 പിണറായി വിജയൻ എങ്ങനെയാണ് ജയിച്ചതെന്ന് ചോദിച്ചല്ലോ. അത് പിണറായി വിജയൻ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആർക്ക്? നിങ്ങളുടെ നേതാവ് രാഹുൽ ഗാന്ധിക്ക്. രാഹുൽ ഗാന്ധി ചോദിച്ചല്ലോ, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയനെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത്, എന്തുകൊണ്ടാണ് ജയിലിലടക്കാത്തത് എന്ന് ദേശീയ നേതാവ് താഴെയുള്ള ചാച്ചാപ്പീച്ചി കോൺഗ്രസ് നേതാവിൻ്റെ നിലയിലേക്ക് അധപ്പതിച്ചുകൊണ്ട് ചോദ്യങ്ങൾ ചോദിച്ചല്ലോ. അതിന് പിണറായി കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ മുത്തശ്ശി ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചപ്പോൾ 1.5 കൊല്ലം ജയിലിൽ കഴിഞ്ഞിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനാണ് താൻ. എന്തായിരുന്നു അന്നത്തെ അവസ്ഥ? അലഹബാദ് ഹൈക്കോടതി ഇന്ദിരാഗാന്ധിയുടെ ലോക്സഭാംഗത്വം റദ്ദാക്കിയ വിധിയെ തുടർന്ന് പ്രധാനമന്ത്രി പദം നഷ്ടപ്പെടുമെന്ന് വന്നപ്പോൾ ഈ രാജ്യത്തിലെ ജനകോടികളുടെ പൗരാവകാശങ്ങൾ കവർന്നെടുത്തുകൊണ്ട് അതിക്രമങ്ങളും അക്രമങ്ങളും കൊലകളും നടത്തിയിട്ടുള്ള അടിയന്തരാവസ്ഥയുടെ ഭരണം, അതിനെ സഖാവ് AKG വിശേഷിപ്പിച്ചത് ഒരു പെൺ ഹിറ്റ്ലർ ജനിച്ചതായിട്ടാണ്. ആ പെൺ ഹിറ്റ്ലറായിട്ട് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഭരണം വന്നപ്പോൾ രാജ്യത്തിലെ രാഷ്ട്രീയ പാർട്ടികൾ, പ്രതിപക്ഷത്തുള്ള പാർട്ടികളിൽ ഒരു ഏകോപനം വന്നു. ജനസംഘം പിരിച്ചുവിട്ടിട്ട് ജനതാ പാർട്ടി ലയിച്ചു, സംഘടനാ കോൺഗ്രസ്, സ്വതന്ത്ര പാർട്ടി ഇവരെല്ലാം ലയിച്ചുകൊണ്ട് ജനതാ പാർട്ടി രൂപീകരിച്ചു. എന്തിനു വേണ്ടി? ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥ ഭരണത്തെ അറബിക്കടലിൽ എറിയാൻ വേണ്ടി. ആ ഘട്ടത്തിൽ ജനതാ പാർട്ടിയുമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് ധാരണ ഉണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം 2 വർഷത്തിനകം ആ ജനതാ പാർട്ടിക്കകത്ത് ദ്വയാംഗത്വ പ്രശ്നം ഉയർന്നു വന്നു. RSSലും ജനതാ പാർട്ടിയിലും ഒരേ സമയം അംഗത്വമാവാമോ എന്നുള്ള പ്രശ്നം വന്നപ്പോൾ CPIM ദ്വയാംഗത്വ പ്രശ്നത്തിൽ RSS വിരുദ്ധ നിലപാട് സ്വീകരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിൽ RSSനെതിരായിട്ട് പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള നിലപാട് ഉയർത്തിപ്പിടിച്ച ഒരു പാർട്ടിയാണ് CPIM എന്ന ചരിത്രം
നിങ്ങൾ മറച്ചു വെക്കാൻ ശ്രമിച്ചാലും രാഷ്ട്രീയ വിദ്യാർത്ഥികൾ അതൊക്കെ ചോദ്യം ചെയ്യും എന്നാണ് അതേക്കുറിച്ച് പറയാനുള്ളത്. പിന്നെ ഇവിടെ ഈ RSS BJPയുമായിട്ട് താത്വികമായിട്ട് ആദർശപരമായിട്ട് തന്നെ യോജിക്കുന്ന നിലപാട് കോൺഗ്രസിനാണ് എന്ന് നേരത്തെയുള്ള ചില ഉദാഹരണങ്ങളിലൂടെ ഞാൻ പറഞ്ഞു. KPCC പ്രസിഡന്റിൻ്റെ കാര്യം, പ്രതിപക്ഷ നേതാവാണല്ലോ VD സതീശൻ. അദ്ദേഹം RSSൻ്റെ ശാഖയിൽ പോയിട്ട് ഗോൾവാൾക്കറുടെ പടത്തിന് മുമ്പിൽ നിലവിളക്ക് കേൾക്കുന്ന ചിത്രം വന്നല്ലോ. ഒരു CPMൻ്റെ ഉത്തരവാദപ്പെട്ട ഏതെങ്കിലും നേതാവിനെ കുറിച്ച് അങ്ങനെ പറയാമോ? അപ്പോൾ ഇവിടെ ഇന്ത്യ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിനും മതനിരപേക്ഷതക്കും സാമൂഹ്യ നീതിക്കും വലിയ ഭീഷണിയായിട്ടുള്ള ഒരു ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഒരു ശക്തിയാണ് രാജ്യത്തിലെ RSS. അതിൻ്റെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അതിനെതിരായിട്ട് ദൃഢമായിട്ടുള്ള നിലപാട്, ഉറച്ച നിലപാട് ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠാ ചടങ്ങിൽ നരേന്ദ്രമോദി പങ്കെടുക്കുമ്പോൾ ഞങ്ങളെയൊക്കെ ക്ഷണിച്ചപ്പോൾ, CPMനെ ക്ഷണിച്ചപ്പോൾ CPM കൃത്യമായി നിലപാട് സ്വീകരിച്ചല്ലോ. ആർജവം കാണിച്ചു. അതിന് ആർജവം കാണിച്ചോ കോൺഗ്രസ്? ഇതാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. നിലപാടില്ലാത്ത ഒരു പാർട്ടിയായിട്ട് കോൺഗ്രസ് മാറുന്നു. ഇവിടെ സംഘപരിവാറിനും BJPക്കുമെതിരായി ഉറച്ച പ്രത്യയശാസ്ത്ര നിലപാടോടുകൂടി സ്വാതന്ത്ര്യത്തിന് ശേഷം നിലപാട് സ്വീകരിച്ച ഒരു പാർട്ടിയാണ് അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പിന്നീട് CPM ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ പ്രകാശ് ജാവേദ്കർ എന്ന BJPയുടെ നേതാവുമായിട്ടൊരു കൂടിയാലോചന നടത്തി. അതിൻ്റെ പേരിൽ ആ ഇടനിലക്കാരൻ ചെയ്തിട്ടുള്ള ഇത്തരം കൃത്യങ്ങളിൽ ജാഗ്രത കാണിക്കേണ്ടിയിരുന്നു എന്ന് പറഞ്ഞത്. അതിനപ്പുറം അദ്ദേഹം BJPയിൽ ചേരാൻ വേണ്ടി പോയിട്ടുണ്ടോ? ഇല്ല. അദ്ദേഹം കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. KPCC പ്രസിഡന്റ് സുധാകരൻ പറഞ്ഞ പോലെ എനിക്ക് തോന്നുമ്പോൾ ഞാൻ BJPയിൽ പോകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിൻ്റെ ജീവിതം തന്നെ അത്ഭുതകരമായിട്ട് മരണവക്ത്രത്തിൽ നിന്ന് രക്ഷപ്പെട്ടതാണല്ലോ. 2 RSSകാരെ വാടകയ്ക്കെടുത്തിട്ടാണ് സുധാകരൻ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചത്. സുധീഷ് കേസിലെ പ്രതിയായിട്ടുള്ള ഒരു RSSകാരനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കൊലയാളി സംഘം രൂപീകരിച്ചു. അതിന് വിധേയമായിട്ടുള്ള ആളാണ് സഖാവ് EP ജയരാജൻ. RSSൻ്റെ ബോംബാക്രമണം. ഇവിടെ ഒരു കാര്യം കൂടി മനസ്സിലാക്കേണ്ടതുണ്ട് മാധു. രാജ്യത്തുടനീളം മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, കമ്മ്യൂണിസ്റ്റുകാർ ഇത് ത്രിവിധ ദോഷങ്ങളാണെന്ന് പ്രഖ്യാപിക്കുന്നവരാണ് RSSകാർ. ഈ കേരളത്തിൽ ഞങ്ങളുടെ പാർട്ടിയുടെ 215 ആളുകളുടെ ജീവനാണ് RSS അക്രമത്തിൻ്റെ ഫലമായി നഷ്ടപ്പെട്ടത്. കോൺഗ്രസിന് അങ്ങനെ അവകാശപ്പെടാൻ കഴിയുമോ? അപ്പോൾ രാജ്യത്തെ മുസ്ലിങ്ങളെയും ക്രിസ്ത്യാനികളെയും കമ്മ്യൂണിസ്റ്റുകാരെയും വിശേഷിച്ച് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ വലിയ ആക്രമണം നടത്തുമ്പോഴും കേരളത്തിൻ്റെ മതനിരപേക്ഷ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചെറുത്ത് പരാജയപ്പെടുത്തുന്ന ഒരു ജനകീയ ശക്തിയാണ് CPIM. അത് നേതൃത്വം കൊടുക്കുന്ന ശക്തിയാണ് ഇടതുപക്ഷം. ആ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വിശ്വാസ്യത കളങ്കപ്പെടുത്താൻ ഇതുപോലെയുള്ള എന്തെങ്കിലും ആസൂത്രിതമായിട്ടുള്ള ഗൂഢാലോചന കൊണ്ട് കഴിയില്ല എന്നതാണ് പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്. ശരി ശരി ശ്രീ P. ജയരാജൻ. ശ്രീ രാജു പി നായർ, ഇന്ന് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പരാമർശം എന്ന് പറയുന്നത് കർണാടകയിലെ സംവരണവുമായി ബന്ധപ്പെട്ട് OBC സംവരണം കോൺഗ്രസ് മുസ്ലിങ്ങൾക്ക് നൽകി. മുസ്ലിം സമുദായത്തെ സഹായിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. സമാന മാതൃക നടപ്പിലാക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നു എന്നും ബീഹാറിലെ റാലിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് രാജ്യത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തോട് എന്ന് പറയാൻ കഴിയില്ല, ചരിത്രത്തിൽ ആദ്യമായി ഒരു രാഷ്ട്രീയ പാർട്ടിയോട് വിശദീകരണം തേടിയിരിക്കുന്നത്. കോലാറൊക്കെ ഓർമ്മയുണ്ടാകുമല്ലോ അല്ലേ? അപ്പോൾ അങ്ങനെ അതുകൊണ്ടൊന്നും ഈ പ്രചാരണത്തിന് അല്ലെങ്കിൽ ഈ പരാമർശങ്ങൾക്ക് തടയിടാൻ കഴിയില്ല എന്ന് വ്യക്തമാകുന്നിടത്താണ് ശ്രീ ശങ്കുട്ടിദാസ് പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു പൊളിറ്റിക്സ് ഓഫ് ഹെയ്റ്റ് ആണ് നിങ്ങളിവിടെ പയറ്റുന്നത് എന്ന്. അതിലേക്ക് എത്താം. അതിനു മുമ്പ് ശ്രീ ജയരാജൻ പാതി സംബന്ധിച്ച പഞ്ചാബിലെ പാർട്ടിക്കും കാരണം കാണിക്കൽ നോട്ടീസ് രാഹുൽ ഗാന്ധിയുടെ എന്നോടാണ് ചോദ്യം. രണ്ടുപേർക്കും ഒരേ ദിവസമാണ് ശങ്കുട്ടിദാസ് എന്നോടാണ് ചോദ്യം. ഓക്കെ, അപ്പൊ പാതി സംബന്ധിച്ച 1967 കഥയിലേക്ക് എത്താം. എന്തായിരുന്നു? അകാലിദള്, സ്വതന്ത്ര പാർട്ടി, ജനസംഘം, CPI, CPM ഇത്രയും പാർട്ടികൾ ചേർന്ന് സംയുക്ത വിധായക് ദളാണ് ഉണ്ടാക്കിയത്. ശ്രീ ജയരാജൻ, ആ സംയുക്ത വിധായക് ദളിന്റെ കൺവീനർ ആരായിരുന്നു? ഹർകിഷൻ സിംഗ് സുർജിത്ത്. CPIയുടെ ദേശീയ കൗൺസിൽ അംഗമായിരുന്ന സത്യപാൽ ദാംഗ് ആ മന്ത്രിസഭയിൽ മന്ത്രിയായിരുന്നു. അതിനുശേഷം ഹർകിഷൻ സിംഗ് സുർജിത്ത് ആ മുന്നണിക്കകത്ത് ആ സർക്കാരിൽ മന്ത്രിയാകാൻ നടത്തിയ ശ്രമങ്ങളെക്കുറിച്ച് നിങ്ങളുടെ നേതാവായിരുന്ന കേന്ദ്ര കമ്മിറ്റി അംഗമായിരുന്ന ജഗ്ജിത് സിംഗ് ലയ്യാൽപൂരി മൈ ലൈഫ് മൈ ടൈംസ് എന്ന് പറഞ്ഞ പുസ്തകത്തിൽ വളരെ വിശദമായിട്ട് എങ്ങനെയാണ് ഹർകിഷൻ സിംഗ് സുർജിത്ത് ജനസംഘത്തിനൊപ്പം മന്ത്രിയാവാൻ ശ്രമിച്ചതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്.
അങ്ങ് ഇനി ആ ചരിത്രം കൂടി ഒന്ന് പറയൂ. പകുതി ചരിത്രം പറഞ്ഞല്ലോ, അല്ല, മന്ത്രി ബാക്കി ആയിട്ടില്ലല്ലോ. ചരിത്രം മുഴുവനായിട്ട് അങ്ങ് അടുത്ത സമയത്ത് പറയും രാജു, എന്ന് വിശ്വസിക്കുന്നു. രാജു മന്ത്രി ആയിട്ടില്ലല്ലോ. ഞാൻ പറയട്ടെ, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ മന്ത്രിയായോ? പറഞ്ഞല്ലോ, അങ്ങ് പറഞ്ഞപ്പോ നിങ്ങൾ ഞാൻ മന്ത്രിയായി എന്നാ ഞാൻ പറഞ്ഞത്. എഴുതി വെച്ചല്ലോ. അല്ലല്ല ശ്രീ ജയരാജൻ, അങ്ങ് പറഞ്ഞപ്പോ ഞാൻ എന്റെ പോയിന്റ്സ് എഴുതി വെച്ച എന്റെ അവസരത്തിലാണ് പറയുന്നത്. ആ മാന്യത അങ്ങ് കാണിക്കൂ, ആ മാന്യത അങ്ങ് കാണിക്കൂ. ഇനി രണ്ടാമതൊരു ചരിത്രം കൂടി ഓർക്കൂ. VD സവർക്കറിനെ സ്വാതന്ത്ര്യ സമര സേനാനിയായിട്ട് പ്രഖ്യാപിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംഘപരിവാർ ഇന്ത്യയുടെ ലോക്സഭയിൽ കൊണ്ടുവന്ന പ്രമേയത്തെ അനുകൂലിച്ച് സംസാരിച്ച നേതാവിന്റെ പേരെന്താ? AK ഗോപാലൻ എന്നല്ലേ? അദ്ദേഹമല്ലേ ആ പാർലമെന്റിൽ നിന്ന് ഇറങ്ങിപ്പോയത്? അത് അംഗീകരിക്കാത്തതിന്റെ പേരിൽ നിങ്ങളുടെ RSSുമായിട്ടുള്ള ചങ്ങാത്തം എപ്പോ തുടങ്ങിയതാ ശ്രീ ജയരാജൻ? സ്വാതന്ത്ര്യപൂർവ്വ ഇന്ത്യ മുതൽ തുടങ്ങിയതല്ലേ RSSുമായിട്ടുള്ള ചങ്ങാത്തം? ഈ എത്രയോ കാലത്ത് മൊറാർജി ദേശായിന്റെ ഗവൺമെന്റ് കാലത്ത്, VP സിംഗിന്റെ ഗവൺമെന്റ് കാലത്ത് നിങ്ങൾ ഇവരോടൊപ്പം ചങ്ങാത്തം കൂടിയില്ലേ? ആരാണ് LK അദ്വാനിയെയും വാജ്പേയിയെയും കേരളത്തിൽ കൊണ്ടുവന്ന് ബാഡ്ജ് കുത്തിക്കൊടുത്തും ഗ്രൂപ്പ് ഫോട്ടോ എടുത്തും അവർക്കൊരു പൊളിറ്റിക്കൽ ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുത്തതാരാ? ഏത് രാക്ഷസനെയും കൂട്ടി ഞങ്ങൾ കോൺഗ്രസിനെ പരാജയപ്പെടുത്തും എന്ന് പറഞ്ഞിരുന്നത് ആരാ? EMS അല്ലേ? അതിനുശേഷം മുസ്ലിം തീവ്രവാദം എന്ന വാക്കുപയോഗിച്ചത് ആരാ? 1994 മൂന്നാം സ്ഥാനത്ത് ജന്മം കൊണ്ട് VD സതീശനും കർമ്മം കൊണ്ട് VD സവർക്കറുമാണ് എന്ന പരിഹാസം ഇടതുഭാഗത്ത് നിന്ന് ഏറ്റുവാങ്ങേണ്ടി വന്നു പ്രതിപക്ഷ നേതാവിന്. അത് നേരത്തെ ശ്രീ P ജയരാജൻ പറയുന്നുണ്ടായിരുന്നു. അതേ വേദിയിലാണ് VS ഉണ്ടായിരുന്നത്. P പരമേശ്വരന്റെ പുസ്തകത്തിന്റെ പ്രകാശനത്തിന് അതേ വേദിയിൽ VS ഉണ്ടായില്ലേ? ഇനി ആ P പരമേശ്വരൻ പുണ്യം ചെയ്ത ജന്മം എന്ന് പറഞ്ഞത് ആരാ? പിണറായി വിജയനല്ലേ? ഇല്ലേ? ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ RSSന് വിഷത്തിന്റെ ഈ വർഗീയ വിഷം വിതയ്ക്കുന്ന P പരമേശ്വരന്റെ ജീവിതം ജന്മം കൊണ്ട് പുണ്യമാണ് എന്ന് ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. പിണറായി വിജയനല്ലേ പറഞ്ഞത്? അപ്പൊ നിങ്ങൾക്കെന്നും ഇവരോട് സോഫ്റ്റ് കോർണറാണ്. EP ജയരാജൻ നടത്തിയ ഡീലുകൾ നിങ്ങൾക്ക് ഇത്തരത്തിൽ മറയ്ക്കാൻ കഴിയില്ല. 90% എന്നൊക്കെ ശോഭാ സുരേന്ദ്രൻ പറയുന്നു. ശതമാനക്കണക്കൊന്നും വേണ്ട. P ജയരാജൻ സമൂഹത്തിന് ബോധ്യപ്പെടുന്ന രീതിയിൽ എന്തുകൊണ്ട് EP ജയരാജന്റെ വീട്ടിലേക്ക് പ്രകാശ് ജാവ്ദേക്കർ വന്നെത്തി പറയ്? എന്തുകൊണ്ട് EP ജയരാജൻ അത് പാർട്ടിയോട് പറഞ്ഞില്ല? പറയ്. എന്തുകൊണ്ട് EP ജയരാജന് ഇത്തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി ലഭിക്കുന്നു? മാധു, ഞാനൊരു കാര്യം പറയാം. ഈ തെരഞ്ഞെടുപ്പിൽ 20 സീറ്റും പിണറായി തോൽക്കേണ്ടത് EP ജയരാജന്റെ കൂടി ആവശ്യമാണെന്ന് ഞാൻ കരുതുന്നു. അതല്ലെങ്കിൽ ദല്ലാൽ നന്ദകുമാർ പറഞ്ഞാൽ മാത്രം കിടക്കുകയും ചെയ്യുന്ന EP ജയരാജനും അവർ തമ്മിൽ അങ്ങോട്ടുള്ള സൗഹൃദം നമുക്കറിയാലോ. MV ഗോവിന്ദന് യാത്ര നടക്കുമ്പോൾ പോലും EP ജയരാജൻ നന്ദകുമാറിന്റെ വീട്ടിലായിരുന്നു. ഈ TG നന്ദകുമാർ ഈ അവസാനത്തെ സമയത്ത് EP ജയരാജൻ BJPയുമായിട്ടുണ്ടാക്കിയ ധാരണ ഉൾപ്പെടെ പുറത്തേക്ക് പറഞ്ഞത് ഈ പിണറായി വിജയനെ കുരുക്കിലാക്കി 20 സീറ്റും തോൽപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാ. ഒരു സംശയവും വേണ്ട. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ ഒരു പ്രശ്നമായിരുന്ന സംഘപരിവാറിനോടുള്ള CPMന്റെ ചങ്ങാത്തം ചർച്ച ചെയ്തൊരു തെരഞ്ഞെടുപ്പിൽ ആ തെരഞ്ഞെടുപ്പിന്റെ അവസാന ദിവസങ്ങളിൽ ഈ അണിയറ കഥകൾ TG നന്ദകുമാറിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്നത് EP ജയരാജൻ തന്നെയാണ്. ഒരു ട്രോജൻ കുതിരയായി EP ജയരാജൻ ഈ തെരഞ്ഞെടുപ്പിൽ മാറുകയാണ്. CPMന്റെ അന്തകനായിട്ട് ശ്രീ ശങ്കുടിദാസ്, അങ്ങ് നേരത്തെ ഞാൻ പ്രധാനമന്ത്രിക്ക് അല്ലെങ്കിൽ BJPക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് നൽകിയത് സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ കോൺഗ്രസിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ടായിരുന്നു. കോൺഗ്രസിന് ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ ഉത്തരവാദിത്വ ബോധം വേണം. നടത്തുന്ന പരാമർശങ്ങളിൽ വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ അതിന് വില കൊടുക്കണമെന്നത് ശരിയാണ്. പക്ഷെ പ്രധാനമന്ത്രി രാജ്യത്തിലെ ഓരോ പൗരന്റെയും പ്രധാനമന്ത്രിയാണ്. സമുദായം അനുസരിച്ച് ആളുകളെ തിരിച്ചു കാണാനുള്ള കണ്ണട അദ്ദേഹത്തിന് ഉണ്ടാകരുത് എന്നാണ് ഓരോ സാധാരണ മനുഷ്യരും വിചാരിക്കേണ്ടത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് പിഴവുണ്ടായി എന്ന് പരിശോധിക്കാൻ അദ്ദേഹത്തിന് നോട്ടീസ് നൽകി. അതിന് പിന്നാലെയും ഈ പരാമർശങ്ങൾ ആവർത്തിക്കുന്നത് അതൊന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ 80-20 കോമ്പിനേഷനാണ് നിങ്ങളുടെ മനസ്സിൽ എന്നുള്ളതുകൊണ്ട് ഗുണം ചെയ്യുമെങ്കിലും കേരളത്തിൽ BJPയുടെ കുറച്ച് അമിതമായ പ്രതീക്ഷയാണ്, 2 അക്കം എന്നൊക്കെയുള്ള പ്രതീക്ഷ. അത് തിരിച്ചടിയാവില്ലേ?
നോക്കൂ, ആദ്യമേ ഞാനൊരു കാര്യം പറയണമെന്ന് ആഗ്രഹിക്കുകയാണ്. ശ്രീ ആരാധ്യനായ പി പരമേശ്വരനെ പറ്റി വർഗീയ വിഷം വമിപ്പിക്കുക മാത്രം ചെയ്യുന്ന, വർഗീയത മാത്രം പറയുന്ന ഒരാൾ എന്ന രീതിയിലൊക്കെ ഈ ചർച്ചയിൽ ഒരു പ്രസ്താവന ഉണ്ടായത് വളരെ ദൗർഭാഗ്യകരമാണ്. രാജ്യം പത്മവിഭൂഷൺ നൽകി ആദരിച്ചിട്ടുള്ള മനുഷ്യനാണ് ശ്രീ പി പരമേശ്വരൻ. രാജ്യത്തെ രണ്ടാമത്തെ വലിയ സിവിലിയൻ ബഹുമതിയാണത്. കേരളത്തിൽ തന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഉൾപ്പെടെയുള്ള ധാരാളം പുരസ്കാരങ്ങൾ കൊണ്ട് സമ്മാനിതമായിട്ടുള്ളൊരു ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ഒറ്റ വാചകം മാത്രം പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം 2-3 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ഒരാളാണ് ഞാൻ. 1999 അടൽ ബിഹാരി വാജ്പേയിയുടെ മന്ത്രിസഭാ അധികാരത്തിൽ വന്നപ്പോൾ കേരളത്തിൽ നിന്ന് ഒരാളെ മന്ത്രിയാക്കണം എന്നൊരു നിശ്ചയം ഉണ്ടായിരുന്നു. അതിനുവേണ്ടിയിട്ട് ആദ്യം തിരഞ്ഞെടുത്തത് ശ്രീ പി പരമേശ്വരനെ ആയിരുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് 2-3 ദിവസം LK അദ്വാനി നേരിട്ട് വന്ന് ചർച്ച നടത്തി. അദ്ദേഹം അതിന് തയ്യാറായില്ല. എൻ്റെ മേഖല സമാജ പ്രവർത്തനമാണെന്നും അതുകൊണ്ട് രാഷ്ട്രീയത്തിലേക്ക് ഞാൻ ഇല്ലെന്നും പറഞ്ഞു. അദ്ദേഹം വേണ്ടെന്ന് വെച്ചാൽ മന്ത്രിസ്ഥാനത്തിലാണ് O രാജഗോപാൽ പിന്നീട് കേന്ദ്രമന്ത്രിയായത്. അതായത് തന്റെ ആദർശനിഷ്ഠ കൊണ്ട് വെള്ളിത്താളത്തിൽ വെച്ച് നീട്ടിയിട്ടുള്ള മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെച്ചാൽ ഈ പരമേശ്വരന്റെ മഹത്വമൊക്കെ മനസ്സിലാക്കാൻ. പക്ഷേ അങ്ങ് ചോദ്യത്തിലേക്ക് വരണം. അല്ല, ഞാൻ അത്രേ പറയുന്നുള്ളൂ. ഞാൻ അതിലേക്ക് വരാം. ഞാൻ പറയുന്നത് വെള്ളിത്താലത്തിൽ വെച്ച് നീട്ടിയിട്ടുള്ള മന്ത്രിസ്ഥാനം നിഷേധിച്ചിട്ടുള്ള പി പരമേശ്വരനെ മനസ്സിലാക്കാൻ ഒരു MLA സീറ്റോ MP സീറ്റോ ഒന്നും വേണ്ട, KSRTC സീറ്റിന് വേണ്ടി പരസ്പരം തല്ലിക്കൊല്ലാൻ മടിയില്ലാത്ത കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവില്ല എന്നേ ഞാൻ പറയുന്നുള്ളൂ. പിന്നെ പുണ്യം ചെയ്ത ജീവിതം എന്നല്ല പിണറായി വിജയൻ പറഞ്ഞത്, ഋഷിതുല്യമായ ജീവിതം നയിച്ചു എന്നാണ്. എന്നാൽ പി പരമേശ്വരനെ കാവ്യം എടുക്കാത്ത സന്യാസി എന്ന് വിളിച്ചത് സ്വാമി ചിന്മയാനന്ദനാണ്. അതുകൂടി ശരി, ഞാൻ നിങ്ങളുടെ ചോദ്യത്തിലേക്ക് വരാം. നിങ്ങളുടെ പ്രസ്താവന ഫാക്ച്വലി ഇൻകറക്റ്റ് ആയിരുന്നല്ലോ. മാധു ഉത്തരവാദിത്തപ്പെട്ട ഒരു മാധ്യമപ്രവർത്തക എന്നുള്ള രീതിയിൽ ഒരു ചർച്ചയിൽ മാധു പറയുകയാണ്, ഇന്ത്യൻ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നോട്ടീസ് കൊടുക്കുന്നത്. ഒരു പാർട്ടിക്കല്ല, 2 പാർട്ടിക്ക് ഒരേ ദിവസമാണ് നോട്ടീസ് കൊടുത്തത്. നരേന്ദ്രമോദി രാജസ്ഥാനിൽ നടത്തിയിട്ടുള്ള പ്രസ്താവനയുമായി ബന്ധപ്പെട്ട് സ്റ്റാർ ക്യാമ്പയിനർമാരുടെ ഭാഗത്ത് നിന്ന് വരുന്ന പ്രസ്താവനകൾക്ക് പാർട്ടിക്കാണ് ഉത്തരവാദിത്തം. അത് തെരഞ്ഞെടുപ്പിന്റെ ചട്ടമാണ്. അതുകൊണ്ട് നരേന്ദ്രമോദി രാജസ്ഥാനിലുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള പ്രസ്താവനയിൽ BJPക്ക് നോട്ടീസ് കൊടുത്ത അതേ ദിവസമാണ് രാഹുൽ ഗാന്ധി നോർത്ത് സൗത്ത് ഡിവൈഡ് ഉണ്ടാക്കുന്നു എന്ന ആക്ഷേപത്തെ തുടർന്ന് ദക്ഷിണേന്ത്യക്കും വടക്കേ ഇന്ത്യക്കും ഇടയിൽ പരസ്പരം സ്പർദ്ധ സൃഷ്ടിക്കുന്ന തരത്തിൽ ബോധപൂർവ്വം വിദ്വേഷജനകമായിട്ടുള്ള പ്രസംഗങ്ങൾ നടത്തുന്നു എന്നതിന്റെ പേരിൽ കോൺഗ്രസ് പാർട്ടിക്ക് നോട്ടീസ് കൊടുത്തത്. ഒരേ ദിവസം 2 പാർട്ടിക്ക് നോട്ടീസ് കിട്ടുമ്പോൾ അതിലൊരു നോട്ടീസിനെ പറ്റി സംസാരിക്കാതിരിക്കും. മറ്റേ നോട്ടീസ് ചരിത്രത്തിൽ ശരി. എന്താണ് നരേന്ദ്രമോദി ഇന്ന് നടത്തിയിട്ടുള്ള പരാമർശമാണെങ്കിൽ 100% ശരിയായിട്ടുള്ള പരാമർശമാണത്. നമ്മുടെ എന്താ പറയുക, അംബേദ്കർ വിഭാവനം ചെയ്തതോ നിർമ്മിച്ചതോ ആയിട്ടുള്ള ഭരണഘടനയിൽ മതപരമായിട്ടുള്ള സംവരണം എന്നൊരു സങ്കല്പം ഇല്ല. ഭരണഘടനയിൽ ആകെ ഉണ്ടായിരുന്നത് SC/ST സംവരണമാണ്. ഇതില് റിലീജിയസ് റിസർവേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിനെ ഭരണഘടന അംഗീകരിക്കുന്നില്ലെന്ന് മാത്രമല്ല ശ്രീ അംബേദ്കർ തന്നെ ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടമൊക്കെ നടക്കുന്ന സമയത്ത് പറയുന്നത് അങ്ങനെ ഭരണഘടനാ നിർവചനമല്ല എന്നൊക്കെ സാധാരണ മനുഷ്യർക്ക് മനസ്സിലാകുന്നതല്ലേ? അത് മനസ്സിലാകുന്നതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത്രത്തോളം നിഷ്കളങ്കത ഇല്ലാത്ത മനുഷ്യർക്കെങ്കിലും അത് കേരളത്തിലെ നിങ്ങളുടെ തെരഞ്ഞെടുപ്പിന്റെ എങ്ങനെ തിരിച്ചടിയാകും എന്ന് വിചാരിക്കുന്നത്. നോക്കൂ, CAA NRC നടപ്പാക്കുന്ന BJP മുസ്ലിങ്ങളുടെ മുഴുവൻ പൗരത്വം എടുത്ത് കളയാൻ പോവുകയാണ്. BJP അധികാരത്തിൽ വന്നാൽ രാജ്യത്തെ മുസ്ലിങ്ങളെ മുഴുവൻ പാകിസ്ഥാനിലേക്ക് അടിച്ചോടിക്കും. BJP എന്താ പറയുക, NIA അമെന്റ്മെന്റിലൂടെ മുസ്ലിങ്ങളെ മുഴുവൻ ഭീകരവാദികളാക്കി ജയിലിലടയ്ക്കാൻ പോവാണ്. ഇങ്ങനെ BJP വന്നു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് എന്ത് സംഭവിക്കുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ടുള്ള മുസ്ലിം വിക്ടിമൈസേഷനിൽ ഊന്നിക്കൊണ്ടുള്ള കംപ്ലീറ്റ്ലി കമ്മ്യൂണൽ ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണമല്ലേ ഇവിടുത്തെ ഇടതുപക്ഷവും വലതുപക്ഷവും നയിച്ചത്. BJPയിൽ നിന്ന് ഇവിടുത്തെ മുസ്ലിം പണം കൊടുക്കും, കോൺഗ്രസ് വന്നാൽ ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് സംവരണം കൊടുക്കും എന്നൊരു കൗണ്ടർ സ്ട്രാറ്റജിയാണ് പ്രധാനമന്ത്രി നടപ്പിലാക്കിയതെന്നാണ് പറയുന്നതെങ്കിൽ ശരി എന്ന് ഞാൻ പറയാം. ഓക്കെ, വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്തായാലും 2ാം ഘട്ടം കേരളം വിധി എഴുതി കഴിഞ്ഞിരിക്കുന്നു. 13 സംസ്ഥാനങ്ങൾ, 89 മണ്ഡലങ്ങൾ ഇന്നത്തെ വിധിയെഴുത്തിന്റെ ഭാഗമാണ്. എന്തായാലും രാജ്യത്തിന്റെ ഭാഗധേയം വിധി നിർണ്ണയിക്കുന്ന തിരഞ്ഞെടുപ്പിന്റെ ഒരു ഘട്ടം സമാധാനപരമായി പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ ആശ്വസിക്കാം ജനാധിപത്യ വിശ്വാസികൾക്ക്.